هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم وما أرسلناك إلا رحمة للعالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുകയും പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യണേ എന്ന് ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ചുഴ്ന്നു നിൽക്കുന്ന പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഇനിയൊരു സദസ്സ് സംഘടിപ്പിക്കുവാനും അവിടെ കൂടിയിരുന്ന് റബ്ബേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും പറയുവാനും പഠിക്കുവാനും അവൻ നമുക്ക് തൗഫീഖ് നൽകി. നാഥൻ നമ്മിൽ ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടിയിരിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ജീവിതത്തിന്റെ അവസാനം വരെ ഇത്തരത്തിലുള്ള പവിത്രമായ പരിശുദ്ധമായ സദസ്സുകളിൽ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന പ്രമാണബദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും പ്രമാണവിരുദ്ധമായവ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടപ്പോൾ വേദനയോടുകൂടി സങ്കടത്തോടുകൂടി ആദം നബി ആകാശത്തു നിന്ന് ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം. അല്ലാഹു പറയുകയാണ്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുക. രാത്രിയും പകലുമുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളുമുള്ള യുവത്വവും വാർദ്ധക്യവുമുള്ള ഭൂമിയിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുക. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. കാലാകാലങ്ങളിൽ എന്നിൽ നിന്നുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിക്കൊണ്ടിരിക്കും. ഫമൻ തബിഅ ഹുദായ, ആരാ മാർഗനിർദ്ദേശം പിൻപറ്റിയോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്, വായതയാണിത്.
ഈ വാഴയുടെ പൂർത്തീകരണം എന്നോണം ലോകത്ത് കാലാകാലങ്ങളിൽ 1.25 ലക്ഷത്തോളം അംബിയ മുർസലുകൾ കടന്നു വന്നിട്ടുണ്ട്. ആ അംബിയ മുർസലുകളുടെ വരവിന്റെ പരിസമാപ്തിയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയീൻ. അംബിയാക്കളുടെ വരവ് റസൂലുള്ളാഹിയുടെ വരവോടുകൂടി തീർന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് 2 മക്കളാണ്. ഒന്ന് ഇസ്ഹാഖ് നബിയാണ്, 2 ഇസ്മായിൽ നബിയാണ്. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ യാക്കൂബ് നബിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. ആ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിക്ക് 2 ഭാര്യമാരുണ്ട്. ഒന്നാമത്തെ ഭാര്യയിൽ 10 മക്കളും രണ്ടാമത്തെ ഭാര്യയിൽ 2 മക്കളും. രണ്ടാമത്തെ ഭാര്യയുള്ള 2 മക്കളുടെ പേരാണ് ഒന്ന് ബിന്യാമീൻ, 2 യൂസുഫ്. ഈ 12 മക്കളുടെ സന്താന പരമ്പരയാണ് ഇസ്രായേൽ സമുദായം. ഇസ്രായേൽ സമുദായത്തിൽ കടന്നു വന്ന പ്രവാചകന്മാരാണ് പിൽക്കാലത്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി, ദാവൂദ് നബി, ഈസാ നബി, അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ ഈ പരമ്പരയിൽ കടന്നു വന്നിട്ടുണ്ട് ഇസ്രായേലി സമുദായത്തിൽ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂത്ത മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഇസ്മായിൽ നബി കഴിഞ്ഞാൽ പിന്നെ കടന്നു വരുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. ആ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി, റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ രക്ഷിതാവേ, അവരിൽ നിന്നൊരു പ്രവാചകനെ നീ ഉയർത്തിക്കൊണ്ടുവരണേ. നിന്റെ കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരെ പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് നിർമാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്ന് നീ കൊണ്ടുവരികയും ചെയ്യണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം. നിശ്ചയം നീ എല്ലാം അറിയുന്നവനും തത്വജ്ഞാനിയും പ്രതാപിയുമാകുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. സ്വാഭാവികമായി അന്ത്യപ്രവാചകനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും وَإِنَّ فَرِيقًا مِّنْهُمْ لَيَكْتُمُونَ الْحَقَّ وَهُمْ يَعْلَمُونَ. ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അവർക്ക് ഈ പ്രവാചകനെ കുറിച്ച് അറിയാം. അവരുടെ ബീജത്തിൽ പിറന്ന സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ഈ പ്രവാചകനെ കുറിച്ച് അവർക്ക് വ്യക്തമായി അറിയാം. وَإِنَّ فَرِيقًا مِّنْهُمْ لَيَكْتُمُونَ الْحَقَّ وَهُمْ يَعْلَمُونَ. എങ്കിലും അവരിലെ ഒരു വിഭാഗം സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂതനസാറാക്കൾക്ക് വളരെ വ്യക്തമായി റസൂലുള്ളാഹിന്റെ വരവിനെ കുറിച്ച് അറിയാം. പക്ഷേ അവരൊരു പ്രവാചകന്റെ വരവിനെ ആഗ്രഹിച്ചതും ആശിച്ചതും ഇസ്രായേൽ സന്തതികളിൽ നിന്നാണ്. അവരുടെ പ്രതീക്ഷ തെറ്റിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു വന്നത് അവരുടെ സഹോദര സമുദായ അറേബ്യൻ വംശത്തിൽ നിന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വംശപരമ്പരയിൽ നിന്നാണ്. ഈ ഒരു കാര്യം ജൂതന്മാരിൽ അങ്ങേയറ്റം അസൂയയും പകയും കുശുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കുശുമ്പും അസൂയയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമർശനത്തിന് കാരണമായിട്ടും. ഇതാണ് പ്രവാചക വിമർശനത്തിന്റെ, പ്രവാചകനെ തെറി പറയുന്നതിന്റെ, പ്രവാചകനെ പരിഹസിക്കുന്നതിന്റെ, പ്രവാചകനെ അവഹേളിക്കുന്നതിന്റെ, പ്രവാചകനെ അവമതിക്കുന്നതിന്റെ ചരിത്രാതീത കാലം തൊട്ടുള്ള തുടക്കം ഇവിടുന്നാണ്. തങ്ങളുടെ സമുദായത്തിൽ നിന്ന് കടന്നു വരാത്ത ഒരു പ്രവാചകനെ കുറിച്ച് തെറി പറയാനും വിമർശിക്കാനും ഇല്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കുവാനും ജൂതന്മാരെ തയ്യാറായി എന്നുള്ളതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ നാട്ടിലൊരു TV ആങ്കർ പറഞ്ഞതിൽ എത്തി നിൽക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങൾ കണ്ട ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വിമർശനം, കളിയാക്കൽ, പരിഹസിക്കൽ. ഇത് ചരിത്രാതീത കാലം തൊട്ട് തുടരുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ നാട്ടിലെ ആ TV ആങ്കർ പറഞ്ഞത് പ്രധാനമായും ഉന്നയിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ വിവാഹമാണ് എന്നും പ്രവാചകന്റെ ശത്രുക്കൾക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് ആഘോഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റസൂലുള്ളാഹിന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും വിവാഹം എന്നും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്
എന്താണ് യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിവാഹത്തിന്റെ യാഥാർത്ഥ്യം? 3 കാര്യങ്ങളാണ് ഇസ്ലാം വിവാഹത്തിന് വേണ്ടി, വിവാഹത്തിന്റെ മാനദണ്ഡമായി, വിവാഹം സഹിഹാവാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്നത്. 1 പാരന്റൽ കൺസെന്റ് ആണ്, 2 സോഷ്യൽ കൺസെന്റ് ആണ്, 3 മ്യൂച്വൽ കൺസെന്റ് ആണ്. മനസ്സിലായോ? 1 പാരന്റൽ കൺസെന്റ് ആണ്, 2 സോഷ്യൽ കൺസെന്റ് ആണ്, 3 മ്യൂച്വൽ കൺസെന്റ് ആണ്. ഈ 3 കാര്യമുണ്ടെങ്കിൽ ഇസ്ലാം എന്നല്ല, ലോകത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഒരു വിവാഹത്തെ അംഗീകരിക്കും. അതിൽ ഒന്നാമതായി നമുക്കെടുത്ത് പരിശോധിക്കാനുള്ളത് സോഷ്യൽ കൺസെന്റ് ആണ്. സമൂഹത്തിന്റെ അംഗീകാരം. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ സമൂഹത്തിലെ മര്യാദക്കും ആ സമൂഹത്തിലെ ഘടനക്കും വിരുദ്ധമായി ഒരാൾ വിവാഹം കഴിച്ചാൽ അതിന് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊട്ട് ചെയ്തിട്ടുമില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താ അറിയുന്നെങ്കിൽ, ഏറ്റവും കൂടുതൽ 19ാം നൂറ്റാണ്ടിന്റെ മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ 1-ാം തീയതി തൊട്ട് റസൂലിനെ ചീത്ത വിളിക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, തെറി പറയാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, വിമർശിക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടം തൊട്ട് ഇങ്ങനെ 1400 വർഷത്തോളം റസൂലുള്ളാഹിക്കെതിരെയുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ. എന്നാൽ 19 നമുക്ക് വെല്ലുവിളിക്കാം ഏത് TV ആങ്കർമാരെയും, ഏത് സാമൂഹ്യ പരിഷ്കർത്താക്കളെയും, ഏത് ആക്ടിവിസ്റ്റുകളെയും നമുക്ക് തുറന്ന വേദികളിൽ വെല്ലുവിളിക്കാം. 19ാം നൂറ്റാണ്ടിന്റെ മുൻപേ ഏതെങ്കിലും ഒരു വിമർശകനോ, ഏതെങ്കിലും ഒരു എഴുത്തുകാരനോ, ഏതെങ്കിലും ഒരു ആക്ടിവിസ്റ്റോ, ഏതെങ്കിലും ഒരു കവിയോ, ഏതെങ്കിലും ഒരു ഇസ്ലാമിക വിമർശകനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 19ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണോ പ്രവാചക വിമർശനം തുടങ്ങിയത്? അല്ല. അതിന്റെ മുന്നേ ജാഗരൂകമായി നടക്കുന്നുണ്ട് പ്രവാചകനെതിരെയുള്ള വിമർശനം. പലതും പറയുന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഇത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാത്തലിക് എൻസൈക്ലോപീഡിയ പരിശോധിച്ചു നോക്കുക. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ പിതാവായി പരിചയപ്പെടുത്തുന്ന യോസേഫ് മറിയത്തിനെ കല്യാണം കഴിക്കുമ്പോ മറിയത്തിന് 11 വയസ്സും യോസേഫിന് 90 വയസ്സുമാണെന്ന് കാത്തലിക് എൻസൈക്ലോപീഡിയ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നുണ്ട്. ഇതെല്ലാ സമുദായത്തിലും സാർവത്രികമായിരുന്നു. അക്കാലത്ത് അതൊരു തെറ്റായിരുന്നില്ല, കുറ്റമായിരുന്നില്ല, കുഴപ്പമായിരുന്നില്ല എന്നതാണ് കാലഘട്ടത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ കാലഘട്ടത്തിലോ നിങ്ങൾക്കറിയോ, പുരോഗമനത്തിന്റെ ആവിഷ്കർത്താക്കളും പുരോഗമനത്തിന്റെ അപ്പോസ്തലന്മാരുമായി അറിയപ്പെടുന്ന US-ലെ 18ഓളം സ്റ്റേറ്റുകളിൽ 8 വയസ്സിലും 9 വയസ്സിലും 10 വയസ്സിലും കല്യാണം കഴിച്ചാൽ ലീഗൽ കൺസെന്റ് കിട്ടും. അറിയോ നിങ്ങൾക്ക്? ഇന്നും ഈ 2019 ജനുവരി മാസത്തിലും US-ലെ 18ഓളം സ്റ്റേറ്റുകളിൽ വിവാഹത്തിന് പ്രത്യേകിച്ച് പ്രായമില്ല. ഈ 3 നിബന്ധനകൾ, സോഷ്യൽ കൺസെന്റ്, പാരന്റൽ കൺസെന്റ്, മ്യൂച്വൽ കൺസെന്റ്, ഇത് 3 ഒത്തുവന്നാൽ ഇന്നും US-ലെ 18ഓളം സ്റ്റേറ്റുകളിൽ ആ വിവാഹം നടക്കാം. നിയമപരമായി യാതൊരു തടസ്സവുമില്ല. 2001-ൽ 10 വയസ്സ് പെണ്ണിനും 74 വയസ്സ് ആണിനുമുള്ള ഒരുപാട് കല്യാണങ്ങൾ ടെന്നീസ് പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ US-ലെ കഥകളാണ്. ഈ ഇസ്ലാമിക വിമർശനത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് US. ഇവിടുത്തെ കഥകളാണ് ഈ പറയുന്നത്. ഈ അടുത്ത കാലം വരെ 2017 മാത്രമാണ് അവിടെ നിയമനിർമ്മാണം നടത്തിയത്. 17 വയസ്സ്. UK-യിൽ 14 വയസ്സ്, 12 വയസ്സ് വിവാഹപരിധിയുള്ള രാജ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. ഫേമസ് പേഴ്സണാലിറ്റീസ് മാരീഡ് 2 യങ് ഗേൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ, തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീകളെ കല്യാണം കഴിച്ച പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ എന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ ഒരു നീണ്ട നിര നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും. ആക്ട്രസുകളുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്, കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, എല്ലാരും ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. എന്നിട്ട് അവരുടെ ബയോഗ്രഫി നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. അതിലാരും അവരുടെ വിവാഹത്തെ കുറിച്ച് തെറി വിളിച്ചിട്ടില്ല. 30 വയസ്സും 60 വയസ്സും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. 19 വയസ്സും 74 വയസ്സും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. 25 വയസ്സും 65 വയസ്സും തമ്മിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ഒന്നും ബയോഗ്രഫിയിൽ ഇവരെ കുറിച്ചുള്ള വിമർശനങ്ങളില്ല, ഇവരെ കുറിച്ചുള്ള പരിഹാസങ്ങളില്ല, ഇവരെ കുറിച്ചുള്ള തെറിവിളികളില്ല. കാരണം എന്താ? ആർക്കും അതൊരു കാര്യമായി ആരും എടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കല്യാണം മാത്രം ഇത്രമാത്രം വിമർശനത്തിന് വിധേയമാകുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. റസൂലുള്ളാഹിനെ കരിവാരി തേക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രം. ലോജിക്കലായി അതിനൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല.
ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. സോഷ്യൽ കൺസെന്റ് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. റസൂലുള്ള കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അതറിയോ നിങ്ങൾ? സാമൂഹ്യമായ അംഗീകാരം പൂർണ്ണമായുമുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ 19-ാം നൂറ്റാണ്ട് വരെ ഒരു വിമർശകനും ആ ഒരു കാര്യം എടുത്ത് ഉന്നയിക്കാത്തതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തേത് പാരന്റൽ കൺസെന്റ് ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ സന്തത സഹചാരി പൂർണ്ണ മനസ്സോടെയാണ് തന്റെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. മൂന്നാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമ്മതമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമ്മതമാണ്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിക്കാൻ കാരണം? സഹോദരന്മാരെ, പ്രവാചകൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് ഏത് സഹാബിക്കും പഠിപ്പിച്ചു കൊടുക്കാം. എങ്ങനെ നോമ്പെടുത്തു എന്ന് ഏത് സഹാബിക്കും പഠിപ്പിച്ചു കൊടുക്കാം. എങ്ങനെ ഉംറ ചെയ്തു എന്ന് ഏത് സഹാബിക്കും പഠിപ്പിച്ചു കൊടുക്കാം. എങ്ങനെ ഹജ്ജ് ചെയ്തു എന്ന് ഏത് സഹാബിക്കും പഠിപ്പിച്ചു കൊടുക്കാം. എങ്ങനെ ദിക്ർ ചൊല്ലി, എങ്ങനെ ഖുർആൻ ഓതി, എങ്ങനെ ജനങ്ങളോട് പെരുമാറി, എങ്ങനെ നടന്നു ഇരുന്നു എന്നൊക്കെ ഏത് സഹാബികൾക്കും പരിചയപ്പെടുത്തി കൊടുക്കാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, പ്രവാചകന്റെ സ്വകാര്യ ജീവിതം വരെ, പ്രവാചകന്റെ പ്രൈവറ്റ് ലൈഫ് വരെ ലോകത്തിന് മാതൃകയാണ്, മാനവരാശിക്ക് മാതൃകയാണ്. അതുകൊണ്ട് ആ സ്വകാര്യ ജീവിതം എന്താണെന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന മാലോകർ അറിയേണ്ടതുണ്ട്. അതിന് വ്യക്തമായി പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷവും ദീർഘകാലം ജീവിക്കുന്ന ഒരു മസ്തിഷ്കം ആവശ്യമാണ്. പഠിക്കാനും അറിയാനും ഓർക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന ഒരു മസ്തിഷ്കം ആവശ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹയെ 9-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? പ്രവാചകന്റെ സ്വകാര്യമായ ജീവിതത്തിൽ നിന്ന് ആ മാതൃക നമുക്ക് പറഞ്ഞു തരാൻ, നമുക്ക് പഠിപ്പിച്ചു തരാൻ. 40 വർഷത്തിന് മുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചു. 2000-ന് മുകളിൽ ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹത് വ്യക്തികളിൽ ഒരാളാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. 2000-ലധികം ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വകാര്യ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും മാനവരാശിക്ക് പഠിപ്പിച്ചു കൊടുത്തു നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. പ്രവാചകന്റെ കാലശേഷം പതിറ്റാണ്ടുകൾ ജീവിച്ചിട്ട്, വർഷങ്ങൾ ജീവിച്ചിട്ട്, ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു നൽകിയത്. ആ ഒരു 18-ാമത്തെ വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ പ്രവാചകന്റെ ജീവിതത്തിലെ സ്വകാര്യതകൾ അവർ മനഃപ്പാഠമാക്കിയിരുന്നു. ലൈംഗിക ജീവിതം എങ്ങനെയാണ്, സ്വകാര്യ ജീവിതം എങ്ങനെയാണ്, അത് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് അവർ വളരെ വ്യക്തമായി. എങ്കിൽ നമുക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമ്മതമില്ലാതെയാണ് ഈ കല്യാണം നടന്നതെങ്കിൽ 2000-ഓളം ഹദീസുകളിൽ ഏതെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു വചനം റസൂലുള്ളാഹിന്റെ ജീവിതവുമായി, റസൂലുള്ളാഹിയുമൊത്തുള്ള ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ അവർക്കുണ്ടായ അതൃപ്തി, അവർക്കുണ്ടായ ഒരു ഇഷ്ടക്കേട് ഏതെങ്കിലും ഒരു ഹദീസിൽ ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര പഠനത്തിന് വിധേയമാക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാൻ കഴിയോ? ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. സ്വന്തം മനസ്സുകൊണ്ടായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്യാണം കഴിച്ചത്, പ്രവാചകന്റെ കൂടെ ജീവിച്ചത്. അത് അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്നെ അങ്ങേക്ക് ഇഷ്ടാണോ? ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിക്കാൻ, അങ്ങേക്ക് എന്നെ ഇഷ്ടമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ആയിഷ, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതിരിക്കോ? തീർച്ചയായും ഇഷ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചു, എന്നാൽ ആ ഇഷ്ടത്തിന് താങ്കളൊന്ന് വർണ്ണിക്കാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അതിങ്ങനെ മുറുക്കി പിരിച്ച കയറ് പോലെയാണ്. പിന്നീട് അവരുടെ ജീവിതത്തിൽ അല്ലറ ചില്ലറ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കും, റസൂലേ, ആ കയറിന് കോട്ടൊന്നും തട്ടിയിട്ടില്ലല്ലോ അല്ലേ? ആ കയറിന്റെ ശക്തിക്ക് കുറവൊന്നുമില്ലല്ലോ അല്ലേ? ആ കയർ എങ്ങനെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമെന്നാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, നിന്റെ വാക്കുകളിൽ നിന്ന് നിന്റെ മനോവേദന അറിയാൻ എനിക്ക് കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അതെങ്ങനെയാണ് റസൂലേ? എന്റെ മനസ്സിലുള്ളത് അറിയുന്നവൻ അല്ലാഹയല്ലേ, പിന്നെ എങ്ങനെയാണ് എന്റെ മനസ്സിൽ വേദന വരുമ്പോ താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിയുക? റസൂലുള്ളാഹിന്റെ മറുപടി, ആയിഷ, ഇക്കാലം അത്രയുമുള്ള നിന്റെ ഒത്തുള്ള ജീവിതത്തിൽ നിന്റെ വാക്കുകളുടെ ഹൃദയത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
എന്നോട് എന്തെങ്കിലും ചെറിയ സൗന്ദര്യം പടക്കത്തിലാണെങ്കിൽ, നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ദേഷ്യം എന്നോടുണ്ടെങ്കിൽ, ഒരു അമർഷം എന്നോടുണ്ടെങ്കിൽ, നീ സത്യം ചെയ്യുമ്പോ ഇബ്രാഹിമിന്റെ നാഥനായ അള്ളാഹുവിനെ തന്നെ സത്യം എന്ന് നീ പറയും. നിനക്ക് എന്നോട് കൂടുതൽ ഇഷ്ടം തോന്നുന്ന സമയമാണെങ്കിൽ, എന്നോട് കൂടുതൽ അടുപ്പം തോന്നുന്ന, എന്നോട് കൂടുതൽ പ്രേമം തോന്നുന്ന സമയമാണെങ്കിൽ, നീ അള്ളാഹുവിൽ സത്യം ചെയ്യുമ്പോ മുഹമ്മദിന്റെ നാഥനായ അള്ളാഹുവിനെ തന്നെ സത്യം എന്ന് നീ പറയും. നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമായിരുന്നു അവരുടെ ദാമ്പത്യം. ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓട്ടമത്സരം നടത്തിയതായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ആദ്യം ജയിച്ചത് റസൂലുള്ളയാണ്, രണ്ടാമത് ജയിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ ജീവിതത്തിലുള്ള പല സന്ദർഭങ്ങളും സുപ്രസിദ്ധമാണ് ചരിത്രത്തിൽ. ഒരിക്കൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ പ്രവാചകന്റെ ഊഴം ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്താണ്, ആയിഷയുടെ അടുത്താണ് പ്രവാചകൻ ഉള്ളത്. ആ പലഹാരം കൊണ്ടുവന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്റെ അടുത്താണ് പ്രവാചകനുള്ളത്, എനിക്ക് കൊടുക്കാൻ അറിയില്ലേ, പിന്നെ എന്തിനാ അപ്പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് എന്നൊരു ചിന്ത ഒരു പക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. ആ പലഹാരപാത്രം ആയിഷ റളിയല്ലാഹു അൻഹ തട്ടിത്തെറിപ്പിച്ചു. ആ പലഹാരപാത്രം മുകളിലേക്ക് പൊങ്ങി താഴേക്ക് വീണു. പാത്രങ്ങൾ ഛിന്ന ഭിന്നമായി, പലഹാരങ്ങൾ 4 ഭാഗത്തുമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും മുഖം കറുപ്പിക്കുക പോലും ചെയ്തില്ല. പ്രവാചകൻ അവിടെ താഴെ ഇരുന്നു. എന്നിട്ട് പൊട്ടിയ പാത്രത്തിന്റെ കഷണങ്ങൾ ഒരു ഭാഗത്തേക്ക് മാറ്റി. എന്നിട്ട് പ്രവാചകൻ തീരെ ദേഷ്യപ്പെടാതെ ലോലമായി കൊണ്ട് ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ആയിഷ, പാത്രം നീ കൊടുക്കണം, അത് അവളുടേതാണ്. എന്നിട്ട് പലഹാരം മണ്ണ് പറ്റാത്ത ഭാഗം പെറുക്കി കയ്യിലേക്ക് എടുക്കുന്ന സമയം ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ഇരുന്നു പ്രവാചകന്റെ മുന്നിൽ. പ്രവാചകന്റെ മുട്ടോട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒഴുകുന്ന കണ്ണുനീരുമായി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്നെക്കൊണ്ട് പറ്റിപ്പോയതാണ്, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരലുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടിയിഴകൾക്കിടയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് തലയിൽ തലോടിക്കൊണ്ട് റസൂൽ പറഞ്ഞു, ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ആയിഷ നിനക്ക് പുറത്തു തരിക? സുന്ദരമായ ദാമ്പത്യമായിരുന്നു സഹോദരങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹയുടേത്. സുന്ദരമായ ദാമ്പത്യം. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രശ്നമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രശ്നമില്ല, അവരുടെ ഉമ്മാക്ക് പ്രശ്നമില്ല, സമൂഹത്തിന് പ്രശ്നമില്ല, കൂട്ടുകാർക്ക് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ പ്രശ്നമായിരിക്കാണ് ചില TV ആങ്കർമാർക്കാണ്, ചില പത്രക്കാർക്കാണ്, ചില ആളുകൾക്കാണ്. ആ പ്രശ്നത്തെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാന്നല്ലാതെ അതിന് വേറെ മാർഗമൊന്നുമില്ല സഹോദരങ്ങളെ. ഇനി പ്രവാചകൻ സ്ത്രീലമ്പടനാണ് എന്നാണ് ലോകം കേട്ട ഏറ്റവും വലിയ വിഡ്ഢിത്തപരമായ ഒരു വിമർശനമാണത്. പ്രവാചകൻ സ്ത്രീലമ്പടനാണ്. സഹോദരങ്ങളെ, റസൂലുള്ള ജീവിച്ച കാലഘട്ടത്തിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? അറേബ്യയിൽ 4 തരത്തിലുള്ള കല്യാണമാണ് നിലവിലുണ്ടായിരുന്നത്. 4 രീതിയിലുള്ള കല്യാണം. ഒന്നാമത്തെ രീതി എന്താണെന്നറിയോ? ഭർത്താവ് റസൂലുള്ള വരുന്നതിന്റെ മുമ്പ്, പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് അറേബ്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥയാണ് ഞാൻ പറയാൻ വന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ? റഹീഖുൽ മഖ്തൂമിലൊക്കെ അത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ രീതി, ഭർത്താവ് ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് ഭാര്യയോട് പറയും, ഇന്ന ആളുടെ വീട്ടിൽ നീ ഒരു ദിവസം പോയിട്ട് താമസിക്കണം, അവിടെ നീ നിൽക്കണം, എന്നിട്ട് അവന്റെ കൂടെ നീ കിടക്കണം. ആരാണ്? ഭർത്താവാണ് പറയുന്നത്. ആരോടാണ് പറയുന്നത്? ഭാര്യയോടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഭർത്താവ് ഭാര്യയോട് പറയാണ്, ഇന്നാളെ വീട്ടിൽ പോയിട്ട് നീ ഇത്ര ദിവസം താമസിക്കണം, എന്നിട്ട് അവനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അവന്റെ കുട്ടിയെ നീ പ്രസവിക്കണം, ആ കുട്ടി നമുക്ക് അവകാശപ്പെട്ടതാണ്. ഒന്നാമത്തെ രീതിയിലുള്ള ലൈംഗിക വീഴ്ചയാണ് അറേബ്യയിൽ നിലനിന്നിരുന്നത്. രണ്ടാമത്തെ രീതിയിൽ 10 ആളുകൾ ഒരുമിച്ച് കൂട്ടും ഒരു സ്ത്രീ, എന്നിട്ട് ആ ആളുകളുമായൊക്കെ വീഴ്ച നടത്തും. എന്നിട്ട് പ്രസവിച്ചു കഴിഞ്ഞ ഈ 10 ആളെ വിളിച്ചിട്ടൊരു നറുക്കിട്ടിട്ട് അതിലൊരാളെ ഉപ്പയാന്ന് അങ്ങോട്ട് തീരുമാനിക്കും. പിന്നുള്ളത് ഒരുപാട് ആളുകളുമായി വീഴ്ച നടത്തും. എന്നിട്ട് പ്രസവിക്കുമ്പോ അതിൽ ഏതെങ്കിലും ഒരാൾ ഉപ്പയായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കും. നാലാമത് സാധാരണ ഒരാണും പെണ്ണും തമ്മിൽ നടക്കുന്ന സാധാരണഗതിയിലുള്ള വിവാഹം. വ്യഭിചാരം സാർവത്രികമായിരുന്നു മക്കയിൽ. റസൂലുള്ള വരുന്നതിന്റെ മുന്നേ 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകന് നുബുവത്ത് കിട്ടുന്നത്. ആ കാലഘട്ടം വരെ ചോരത്തളപ്പിന്റെ പ്രായം, സിരകളിലൂടെ രക്തം തിളച്ചൊഴുകുന്ന പ്രായം. ആ പ്രായത്തിൽ റസൂലുള്ള ഒരു അന്യ പെണ്ണിന്റെ മുന്നിൽ മുഖത്തേക്ക് നോക്കിയിട്ട് പോലുമില്ല. അറിയും നിങ്ങൾക്ക്? ഒരു അന്യ സ്ത്രീയുടെ മുഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. ഒരു വ്യഭിചാരത്തിന് വരെ പോയിട്ടില്ല. സാഹചര്യങ്ങൾ തുറന്നതായിരുന്നു.
ആളുകളെല്ലാം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന സുന്ദരനായ, ബലിഷ്ഠനായ, ആരോഗ്യവാനായ, സുമുഖനായ, സൽസ്വഭാവിയായ മുഹമ്മദ് എന്ന യുവാവിനെ ആഗ്രഹിക്കാത്ത സ്ത്രീകളൊന്നും മക്കയിലില്ല. ഒരു വട്ടം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചരിച്ചിട്ടില്ല. 25-ാമത്തെ വയസ്സിൽ പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹയാണ്. സുന്ദരമായ, അതിസുന്ദരമായ ദാമ്പത്യമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുമായി റസൂലുള്ളാഹി മുന്നോട്ട് നയിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് വഹി കിട്ടിയിട്ട് പനിച്ചു വിറച്ച് വീട്ടിലേക്ക് വന്നിട്ട് സമ്മിലൂനിയ ഖദീജ എന്ന് പറഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ ചേർത്ത് പിടിച്ചിട്ട് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി കട്ടിലിന്റെ മുകളിൽ കിടത്തി. തലയിൽ കൈവച്ചിട്ട് പറഞ്ഞ ഏതാനും വാക്കുകളുണ്ട്. എന്താ അറിയോ? ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന, ലോകത്തൊരു ഭർത്താവിന് കിട്ടാനുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. അവിടെ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താ അറിയോ? ഹൃദയത്തെന്നാ പറയുന്നത്, മനസ്സെന്നാ പറയുന്നത്, വെറും വാക്കല്ല. ഹൃദയത്തിന്റെ അടിത്തട്ടെന്നാ പറയുന്നത്. പ്രവാചകരെ, അങ്ങേ അല്ലാഹ് കൈവിടില്ല, അങ്ങാരെയും വഞ്ചിച്ചിട്ടില്ല, അങ്ങാരെയും ചതിച്ചിട്ടില്ല. അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവനാണ്. അവഗണിക്കപ്പെട്ടു പോയ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം വ്യഗ്രത കാണിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹു അങ്ങയെ കൈവിടിയില്ല എന്ന് പറഞ്ഞു ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഭർത്താവ് എന്താണെന്ന് അവർക്കറിയാം. ഒരു ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഒരു ആങ്കറിന്റെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, ഒരു പത്രത്തിന്റെയും മീഡിയയുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പ്രവാചകനുള്ള സർട്ടിഫിക്കറ്റ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്ക മണരാരണ്യത്തിലെ പ്രമാണിമാല പോലും ബഹുമാനിക്കുന്ന മഹതിയായ ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയിട്ടുണ്ട്. പ്രവാചകരെ, അങ്ങെന്ന മനുഷ്യൻ 100%. അങ്ങയെക്കുറിച്ച് പറയാൻ ഒരു കുറ്റമില്ല, അങ്ങയെക്കുറിച്ച് പറയാൻ ഒരു തെറ്റില്ല, അങ്ങയെ അവഹേളിക്കാൻ ഒരു കാരണമില്ല റസൂലേ എന്ന് സ്വന്തം കിടപ്രഭം കിട്ട, സ്വന്തം സ്വഭാവം എന്താണെന്ന് വളരെ വ്യക്തമായി അറിയുന്ന പ്രവാചകന്റെ പ്രിയ പത്നിയാണ് പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. സഹോദരങ്ങളെ, എന്തായിരുന്നു അവരുടെ ദാമ്പത്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചിട്ട് 14 കൊല്ലം കഴിഞ്ഞു. 14 കൊല്ലം. മക്കം ഫതഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ഇങ്ങനെ തക്ബീർ ഇങ്ങനെ മുഴക്കുന്ന സമയത്ത് ഒരു ഭാഗത്തൂടെ ഓരത്തൂടെ ഇങ്ങനെ നടന്നു പോവാൻ അനുയായികളെ മുന്നിൽ കൂടിയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എന്റെ ഖദീജയുടെ ഖബറിടം വരെ ഞാനൊന്ന് പോയിട്ട് വരാം, എന്റെ പ്രിയപ്പെട്ടവളൊന്ന് സന്ദർശിച്ചിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോവാൻ. 14 കൊല്ലക്കാലഘട്ടം പോലും അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു? ഒരുപാട് അധികാരങ്ങൾ, ഒരുപാട് അനുയായികൾ, ജീവിതത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ, ഒരുപാട് ഭാര്യമാർ. എങ്കിലും തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഖദീജ റളിയല്ലാഹു അൻഹയെ മറക്കാൻ മുഹമ്മദ് എന്ന ഭർത്താവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിട്ടില്ല. അതായിരുന്നു പ്രവാചകന്റെ കുടുംബജീവിതം. അതായിരുന്നു പ്രവാചകന്റെ കുടുംബജീവിതം. ഇനി പ്രവാചകന്റെ കുടുംബജീവിതം വളരെ കൂലങ്കഷമായി നിങ്ങൾ പഠിച്ചു പരിശോധിച്ചു നോക്കുക. ഒരു പുഴുക്കുത്ത് പോലും അതിൽ കാണാൻ കഴിയില്ല സഹോദരങ്ങളെ, ഒരു പുഴുക്കുത്ത് പോലും. ഇവിടെ പ്രായത്തിന്റെ കാര്യത്തിൽ, വിവാഹത്തിന്റെ കാര്യത്തിൽ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിൽ ഗാന്ധിജി കസ്തൂർബ ഗാന്ധിയെ ഏത് വയസ്സിലാണ് കല്യാണം കഴിച്ചതെന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? ആ ഗാന്ധിജി പ്രവാചകനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്, റസൂലുള്ളാഹിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞെന്താ അറിയോ? I wanted to know the life of the one who holds today an undisputed sway over the millions of the hearts of mankind. I became more than ever convinced that it was not sword that won the place for Islam, but rigid simplicity, self-effacement, extreme attention, extraordinary benevolence, amazing bravery, scrupulous regard for pledges. All these qualities of Prophet Muhammad sallallahu alaihi wasallam paved the way for Islam in Arabian Peninsula. പറയുന്നത് ഗാന്ധിജിയാണ്. പറയുന്നത് എന്താണ്? ഞാൻ ഒരു മഹാമനീഷിയുടെ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളെ സ്വാധീനിച്ച ഒരു വലിയ മനുഷ്യന്റെ ജീവിതകഥ വായിക്കാനിടയായി, അദ്ദേഹത്തിന്റെ ബയോഗ്രഫി വായിക്കാനിടയായി. അത് മറ്റാരുമല്ല, പ്രോഫറ്റ് മുഹമ്മദ് എന്ന അറേബ്യയിലെ അനിതര സാധാരണനായ ഒരു മനുഷ്യനെ കുറിച്ച്. I became more than ever convinced that it was not sword that won the place for Islam. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചതുപോലെ, പഠിച്ചു വെച്ചതുപോലെ, ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ എന്റെ മനസ്സിന് ബോധ്യമായി, ഒരിക്കലും ഇസ്ലാമിന്റെ പടയോട്ടമുണ്ടായത് വാൾത്തലപ്പിൽ നിന്ന് വാൾത്തലപ്പിലേക്കോ, സിംഹാസനങ്ങളിൽ നിന്ന് സിംഹാസനങ്ങളിലേക്കോ, സാമ്രാജ്യത്വ വികാസനത്തിലേക്കോ അല്ല, മറിച്ച് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാൻ, മനുഷ്യന്റെ കരളിൽ നിന്ന് കരളിലേക്കാൻ, മനസ്സിൽ നിന്ന് മനസ്സിലേക്കാൻ, കണ്ണുകളിൽ നിന്ന് കണ്ണുകളിലേക്കാൻ. ആ പ്രവാചകന്റെ അനുപമവും അനുന്യവുമായ മനുഷ്യത്വ ഗുണങ്ങളിലൂടെയാണ് അനുയായികൾ അദ്ദേഹത്തിന്റെ ചുറ്റിലും തടിച്ചുകൂടിയത്. റിഗിഡ് സിംപ്ലിസിറ്റി, സെൽഫ് എഫേസ്മെന്റ്,
extreme attention, extraordinary benevolence, amazing bravery, scrupulous regard for pledges. എത്ര പ്രതികൂലമായ സാഹചര്യത്തിലും ലാളിത്യത്തിന്റെ പ്രതീകമായി ജീവിക്കാൻ ആ പ്രവാചകൻ കാണിച്ച തയ്യാർ, ആ പ്രവാചകൻ തന്റെ ശത്രുക്കളുടെ മുന്നിൽ പോലും കാണിച്ച മര്യാദ, ആ റസൂല് തന്റെ അനുയായികൾക്ക് നൽകിയ ശ്രദ്ധയും ലാളനയും കൊടുങ്കാറ്റിലും ഇളകിപ്പോകാത്ത വാഗ്ദത്ത പാലനം, all these qualities of Prophet Muhammad sallallahu alaihi wasallam actually paved the way for Islam in Arabian Peninsula. Arabian ഉപദ്വീപിൽ ഇസ്ലാമിനെ ഊട്ടിയുറപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാന്റെ ഇത്തരത്തിലുള്ള ക്വാളിറ്റികളാണെന്ന് പറയുന്നത് ഗോഡ്സയുടെ വെടിയുണ്ട നെഞ്ചകത്തേക്ക് തുളച്ചു കയറിയപ്പോ റാമെന്ന് വിളിച്ച് മലർന്നു വീണ മഹാത്മാഗാന്ധിയാണ് സഹോദരങ്ങളെ. രാമഭക്തനായ മുസ്ലിമല്ല, ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിമല്ല, രാമഭക്തനായ ഗാന്ധിജിയാണ് റസൂലുള്ളാഹിനെ കുറിച്ച് ഇത് പറഞ്ഞത്. എന്ത്? അദ്ദേഹത്തിന്റെ സ്വഭാവം എത്രയോ ഉന്നതമാണ്, എത്രയോ ഉദാത്തമാണ് എന്ന് ഒരുപാട് ആളുകൾ ബർനാഡ് ഷാ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചരിത്ര പുരുഷന്മാർ ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ഗുണത്തെ കുറിച്ച് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നിഷ്പക്ഷമായി കാര്യങ്ങൾ പഠിക്കാൻ ഈ ആളുകൾ തയ്യാറായിരുന്നു. നിഷ്പക്ഷമായി കാര്യങ്ങൾ പഠിക്കാൻ, റസൂലുള്ളാഹിന്റെ ജീവിതത്തെ വായിക്കാൻ ഈ ആളുകളൊക്കെ തയ്യാറായിരുന്നു. ഈ വിമർശിക്കുന്ന ആളുകൾ എത്ര പുസ്തകം നിങ്ങൾ അവർക്ക് കൊടുത്താലും അവർ ഈ പരിഹാസവും വിമർശനവും തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ ഉദ്ദേശം പഠിക്കലോ വിമർശിക്കലോ അല്ല, നല്ല ഉദ്ദേശമല്ല. ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും പ്രവാചകനെയും കരിവാരിത്തേക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അവരോട് മെനക്കെട്ട് മറുപടി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഗാന്ധിജിയും അതുപോലുള്ള മഹാരഥന്മാരും സാക്ഷ്യം വഹിച്ച അതേ സാക്ഷ്യം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് لو فضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശാലമായ ഒരു ഹൃദയം പ്രവാചകരെ താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വിശാലമായ ഒരു മനസ്സ് പ്രവാചകരെ താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കളുടെ ഹൃദയമെങ്ങാനും കുടുസായിരുന്നെങ്കിൽ, താങ്കളുടെ ഹൃദയമെങ്ങാനും ഇടുങ്ങിയതായിരുന്നെങ്കിൽ, താങ്കളുടെ ചുറ്റിലും കൂടി നിന്ന ഈ അനുയായികൾ എന്നേ പിരിഞ്ഞു പോയേനെ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ, വല്ലാത്തൊരു പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കൾ റസൂലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മാലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂലേ താങ്കളെ നാം അയച്ചിട്ടില്ല, താങ്കളെ നാം അവതരിപ്പിച്ചിട്ടില്ല. റസൂലേ, അല്ലാഹുവിന്റെ വാക്കുകളാണ്. ഈ കാരുണ്യം പ്രവാചകന്റെ ജീവിതത്തിൽ അടിമുടി നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഈ കാരുണ്യം അടിമുടി നമുക്ക് കാണാൻ കഴിയും. പ്രബോധിത സമുദായത്തോടും തന്നെ ആക്രമിച്ചവരോടും തന്നെ ഉപദ്രവിച്ചവരോടുമെല്ലാം റസൂലുള്ളാഹിക്ക് പറയാനുള്ളത് കാരുണ്യത്തിന്റെ പാഠമായിരുന്നു. തായിഫിന്റെ ചരിത്രം പ്രസിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി തായിഫിലേക്ക് പോയ സന്ദർഭം, മക്കയിൽ നിന്ന് ഒരു തുള്ളി സാന്ത്വനം പോലും ലഭിക്കാതെ, സമാധാനത്തിന്റെ ഒരു വാക്ക് പോലും കേൾക്കാതെ, സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു കണ്ണുകൾ പോലും കാണാതെ അവസാനം തായിഫിന്റെ മണ്ണിലേക്ക് അല്പം സമാധാനത്തിനും സാന്ത്വനത്തിനും വേണ്ടി പോയപ്പോ അവിടെ പ്രവാചകൻ ഏൽക്കേണ്ടി വന്നത് എന്തെന്നില്ലാത്ത പീഡനമാണ്, എന്തെന്നില്ലാത്ത പ്രയാസമാണ്, ബുദ്ധിമുട്ടുകളാണ്. അങ്ങാടി കുട്ടികൾ പ്രവാചകനെ കല്ലെറിയുകയാണ്. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാണ്. പ്രവാചകന്റെ കാലിനണിഞ്ഞ ചെരുപ്പ് രക്തം കട്ട പിടിച്ചുകൊണ്ട് തന്റെ കാലിനോട് പറ്റിച്ചേർന്ന് കിടക്കുകയാണ്. കരഞ്ഞുകൊണ്ട് റസൂലുള്ള ശരീരത്തിനേറ്റ വേദനയേക്കാൾ എത്രയോ വലുതാണ് പ്രവാചകന്റെ മനസ്സിനേറ്റ മുറിവ്. സാന്ത്വനവും പ്രതീക്ഷിച്ചു കൊണ്ടുപോയ തായിഫിലെ മക്കൾ തന്നത് എന്തെന്നില്ലാത്ത പീഡനവും പ്രയാസവുമാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂതന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒറ്റക്കിരുന്ന് കരയുന്ന സമയം അല്ലാഹുവിന്റെ
മലക്കുകൾ വരികയാണ്. എന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ, അങ്ങ് ആജ്ഞ നൽകുകയാണെങ്കിൽ തൈഫിന്റെ രണ്ട് ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന ഈ മാമലകൾക്കിടയിൽ ഈ നാഗരികത മുഴുവൻ ഇല്ലാതെയാകും റസൂലേ, ഈ ജനങ്ങൾ മുഴുവൻ ഇല്ലാതെയാകും റസൂലേ എന്ന് പറഞ്ഞപ്പോ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഗുഫിർ ലഹും ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ നാഥാ. അല്ലാഹുവേ, അവർക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. അവരറിവില്ലാത്തവരാണ് റബ്ബേ, വിവരമില്ലാത്തവരാണ് നാഥാ. അവരെ മുച്ചോടും നശിപ്പിക്കുന്നതിന് പകരം അവരുടെ മുതുകുകളിലൂടെ ഈ ലോകത്തിന് മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാതൃക കാണിച്ചു കൊടുക്കാനുള്ള സന്താനങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്കിഷ്ടം പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് തായിഫിൽ നിങ്ങൾ പോയാൽ തായിഫിൽ ഒരു മീഖാത്ത് ഉണ്ട്. ആ മീഖാത്ത് കിടക്കുന്നത് വലിയ ചുരത്തിന്റെ മുകളിലാണ്. ആ ചുരത്തിന്റെ മുകളിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ ചുരം മുഴുവൻ കാണാനുള്ള ഒരു സ്ഥലം ആ ചുരത്തിന്റെ മുകളിലുണ്ട്. ആ ചുരത്തിന്റെ മുകളിൽ കയറി ഹജ്ജിന്റെയും ഉംറയുടെയും സമയത്ത് നിങ്ങളൊന്ന് താഴേക്ക് നോക്കിയാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഉറുമ്പുകൾ പോലെ അരിച്ച ആ ചുരം കയറി വരുന്നത് നിങ്ങൾക്ക് കാണാം. ആ വാഹനങ്ങളിലുള്ള മനുഷ്യന്മാരെ മുഴുവനും ചൊല്ലുന്നത് എന്താണ്? ലബ്ബൈക اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. അല്ലാഹുവേ, ഞങ്ങൾ ഇതാ ഹാജരായിരിക്കുകയാണ്. നിനക്ക് പങ്കുകാരില്ല നാഥാ, നിനക്ക് ശരീക്കുകളില്ല റബ്ബേ. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. സ്തുതിയും അനുഗ്രഹങ്ങളും രാജാധികാരവും മുഴുവനും നിനക്കാണ് നാഥാ, നിനക്ക് പങ്കുകാരില്ല റബ്ബേ എന്ന തൗഹീദ് തൽബിയത്തും ചൊല്ലിക്കൊണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങൾ ത്വായിഫിന്റെ ചുരം കയറി മീഖാത്തിലേക്ക് വന്ന് ഇഹ്റാം ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് നീങ്ങുന്നത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പ്രവാചക പുങ്കവൻ കാണിച്ച അനന്യമായ അനുഗ്രഹത്തിന്റെ മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ ഒരാളെയും ശപിക്കാൻ തയ്യാറായിട്ടില്ല, ഒരാളെയും പഴിക്കാൻ തയ്യാറായിട്ടില്ല. മരണത്തിന്റെ വേദനയിൽ ഞെരിവിരി കൊള്ളുന്ന സമയം, മരണത്തിന്റെ വേദനയിൽ കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയുരയുന്ന സമയം റസൂലിന്റെ നാവുകൾ എന്തോ മന്ത്രിക്കുന്നത് കേട്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചെവിയോട് ചെവി നാവിനോട് വായോട് അടുപ്പിച്ചപ്പോ കേൾക്കുകയാണ്, ഉമ്മത്തി യാ ഉമ്മത്തി, ഉമ്മത്തി യാ ഉമ്മത്തി, എന്റെ ഉമ്മച്ചേ, എന്റെ ഉമ്മച്ചേ, എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്, എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? മരണത്തിന്റെ വേദനയുടെ സമയത്ത് പോലും ആ പ്രവാചകൻ ഓർത്തത് ഈ ഉമ്മത്തിനെ പറ്റിയാണ്, ഈ സമുദായത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകൻ അനുയായികളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാംസത്തിൽ വിഷം പുരട്ടിക്കൊടുത്ത ജൂതപ്പെണ്ണിനോട് പ്രവാചകൻ പ്രതികാരം ചോദിച്ചിട്ടില്ല, പ്രവാചകൻ പ്രതികാരം കാണിച്ചിട്ടുമില്ല. ഊരിപ്പിടിച്ച വാളുമായി ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകന്റെ കഴുത്തറുക്കാൻ തയ്യാറായ ശത്രുവിന്റെ മുന്നിൽ പ്രവാചകൻ കാണിച്ചു കൊടുത്തത് മനുഷ്യത്വത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും മഹിതോദാഹരണമായിരുന്നു. ശത്രുപാളയത്തിലേക്ക് കടന്നു നിന്ന ശത്രു പറയുകയാണ്, ആരോടാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നത്? ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ മുഹമ്മദിനോടാണോ നിങ്ങൾ ഏറ്റുമുട്ടുന്നത്? ആ മനുഷ്യന്റെ ഹൃദയം നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ആ മനുഷ്യന്റെ മനസ്സ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ആ മനുഷ്യന്റെ മനസ്സറിയാൻ നിങ്ങൾക്ക് അള്ളാഹു ഭാഗ്യം നൽകിയിട്ടില്ല. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരു കുല മുന്തിരിയുമായ ഒരു സ്ത്രീ വരികയാണ്. എന്നിട്ട് ആ മുന്തിരി പ്രവാചകന് ഹദിയ നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്തിരി കഴിക്കുകയാണ്. ഓരോന്നായി ആ മുന്തിരി മുഴുവൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു തീർക്കുകയാണ്. സന്തോഷത്തോടുകൂടി മുന്തിരിയുമായി വന്ന സ്ത്രീ മടങ്ങി പോകുകയാണ്. ആ സ്ത്രീ മടങ്ങിപ്പോയതിനു ശേഷം സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇതല്ലല്ലോ പതിവ് റസൂലേ, ഇങ്ങനെയല്ലല്ലോ അങ്ങ് ചെയ്യാറുള്ളത് റസൂലേ. അങ്ങയുടെ മുന്നിലേക്ക് ഒരു ഹദിയ വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണമാണെങ്കിൽ അങ്ങയുടെ അനുയായികൾക്ക് മുഴുവൻ വിതരണം ചെയ്തിട്ടല്ലേ അങ്ങ് കഴിക്കാറുള്ളത്? അവിടെ വെച്ച് പ്രവാചകൻ കൊടുത്തൊരു മറുപടിയുണ്ട്, സുബ്ഹാനല്ലാഹ്. ആ പ്രവാചകൻ പറയുകയാണ്, ആ മുന്തിരി വളരെ കയ്പുള്ളതായിരുന്നു, ആ മുന്തിരി അങ്ങേയറ്റം ചവർപ്പുള്ളതായിരുന്നു. ആ മുന്തിരി ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ മുന്തിരി കഴിച്ചുകൊണ്ട് അതിന്റെ ചവർപ്പ് മുഖഭാവത്തിലൂടെ
പ്രകടിപ്പിച്ചാൽ, ആ മുന്തിരിയുടെ പുളിപ്പ് നിങ്ങൾ മുഖഭാവത്തിലൂടെ പ്രകടിപ്പിച്ചാൽ, ആ മുഖഭാവം ആ പെണ്ണിന്റെ മനസ്സിനെ വേദനിപ്പിക്കും, ആ പെണ്ണിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആ ചവർക്കുന്ന മുന്തിരി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചത് എന്ന് അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക കാലഘട്ടത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ അകത്ത് നിന്ന് നമസ്കരിക്കുവാൻ കഅബ ശരീഫിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, ഉസ്മാൻ, കഅബാലയത്തിന്റെ അകത്ത് നിന്ന് ഒരു വട്ടം നമസ്കരിക്കാൻ എന്നെ അനുവദിക്കുമോ? കഅബാലയത്തിന്റെ താക്കോൽ എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ മറുപടി പറയുകയാണ്, മുഹമ്മദേ, നിനക്ക് നാണമില്ലേ? എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ മുന്നിൽ വന്ന് ഇത് ചോദിക്കുന്നത്? എങ്ങനെയാണ് നിനക്ക് കഴിയുന്നത് മുഹമ്മദേ? ഖുറൈശികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും തള്ളിപ്പറഞ്ഞ് നിനക്ക് എങ്ങനെയാണ് എന്റെ മുന്നിൽ വന്നിട്ട് കഅബാലയത്തിന്റെ താക്കോല് ചോദിക്കാൻ കഴിയുന്നത്? എളിപ്പനായിക്കൊണ്ട് തലതാഴ്ത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയഭാരത്തോടുകൂടി നടന്നു പോകുകയാണ്. വർഷങ്ങൾക്ക് ശേഷം മക്ക ഫതഹിന്റെ അന്ന് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന ഉച്ചസ്ഥിരമുള്ള പ്രഖ്യാപനം നടത്തിയ ദിവസം, കഅബാലയത്തിന്റെ അകത്തുള്ള 360 പരം വരുന്ന വിഗ്രഹങ്ങൾ തച്ചുടച്ച ദിവസം, ഏകനായ അല്ലാഹുവിന്റെ വഹദാനിയത്ത് ഇബ്രാഹിം നബി പഠിപ്പിച്ചതുപോലെ കഅബാലയത്തിൽ പുനഃസ്ഥാപിച്ച ആ ദിവസം എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. അവിടെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു മുഖത്തെ പ്രവാചകൻ ശ്രദ്ധിക്കുകയാണ്. ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ റസൂലിന് മനസ്സിലാകുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് കഅബാലയത്തിന്റെ അകത്ത് നിന്നൊന്ന് നമസ്കരിക്കാൻ എനിക്കൊരു പൂതി വന്ന സമയത്ത് ഏതൊരു മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ടാണോ തന്റെ ആഗ്രഹം പറഞ്ഞത്, അതേ ഉസ്മാനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. തന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണ്, ഭയന്നിട്ടാണത്. റസൂലുള്ളാഹി ഉസ്മാനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഉസ്മാൻ, താങ്കളാണ് ഇത്രയും കാലം കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിച്ചത്. ഇനി തുടർന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഉസ്മാൻ. ഇനി അങ്ങോട്ടും താങ്കൾ തന്നെ ഈ കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപമാനിച്ചു വിട്ട ആ മനുഷ്യനെ അധികാരത്തിന്റെ ചെങ്കോല് കയ്യിൽ കിട്ടിയപ്പോ 10,000 മനുഷ്യന്മാരുടെ മുന്നിൽ വെച്ച് അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രവാചകൻ പ്രതികരിച്ചത്. ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ ജീവിതം, ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ സ്വഭാവം, ഇതായിരുന്നു റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ നദീം, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ റസൂലേ, വല്ലാത്തൊരു പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കൾ റസൂലേ. നമുക്കറിയാം, തുമാമ എന്ന് പറയുന്ന മനുഷ്യൻ യമാമാദേശത്തെ ഭരണാധികാരിയാണ്. മദീനയിൽ തടവിലായപ്പോ 3 ദിവസം പ്രവാചകന്റെ കൂടെ കഴിച്ചു കൂട്ടുകയാണ്. ഒന്നാമത്തെ ദിവസം പ്രവാചകൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു നിരസിക്കുകയുണ്ടായി. രണ്ടാമത്തെ ദിവസവും പ്രവാചകൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു നിരസിക്കുകയുണ്ടായി. മൂന്നാമത്തെ ദിവസവും പ്രവാചകന്റെ ക്ഷണം നിരസിക്കുകയാണ്. പ്രവാചകൻ ചെയ്തതെന്താണ്? തന്റെ ഒരുപാട് അനുയായികളെ ഉപദ്രവിച്ചവനാണ് തുമാമ. ഒരുപാട് തന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ മരണത്തിന് കാരണക്കാരനായവനാണ് തുമാമ. അവിടെ പ്രവാചകൻ എന്താണ് ചെയ്തത്? മൂന്നാമത്തെ ദിവസം തന്റെ അനുയായികളോട് പറയുകയാണ്, തുമാമയുടെ രോമത്ത് തൊട്ടുപോകരുത്, തുമാമക്ക് യാതൊരു വിധത്തിലുള്ള അപകടവും സംഭവിക്കാൻ പാടില്ല. തുമാമ പോകട്ടെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കട്ടെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുന്നിൽ തടവിൽ കിട്ടിയ ആ ശത്രുവിനെ വെറുതെ വിടുകയാണ്. അങ്ങനെ തുമാമ നടക്കുകയാണ് മദീനയുടെ തെരുവീതിയിലൂടെ, മദീനയുടെ പ്രാന്തപ്രദേശത്തുകൂടെ. തുമാമയുടെ മനസ്സിൽ സംഘട്ടനമാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. 3 ദിവസം കൊണ്ട് പ്രവാചകൻ എന്താണെന്ന് തുമാമ മനസ്സിലാക്കി, റസൂലുള്ള ആരാണെന്ന് തുമാമ മനസ്സിലാക്കി, മദീന നിവാസികൾ ആരാണെന്ന് തുമാമ മനസ്സിലാക്കി. ജാഹിലിയത്തിലേക്ക് നടന്നു പോകാൻ തുമാമയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല, തുമാമയുടെ ഹൃദയം സമ്മതിക്കുന്നില്ല. പ്രിയപ്പെട്ട പ്രവാചകന്റെ ചാരത്ത് നിന്ന് വരാൻ തുമാമയുടെ ഹൃദയം സമ്മതിക്കുന്നില്ല. അവസാനം ഒരു ഈന്തപ്പനത്തോട്ടത്തിലെത്തിയപ്പോ തുമാമ സ്വന്തത്തോട് പറയുകയാണ്, ഇവിടെ നിന്ന് നീ കാലുകൾ മുന്നോട്ട് വെച്ചാൽ, നിന്റെ പാദങ്ങൾ ഇനിയും മുന്നോട്ട് ചലിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് നിനക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തുമാമ, നീ പിന്നോട്ട് നടക്കുക, പ്രവാചകന്റെ സന്നിധിയിലേക്ക് നടക്കുക, മുഹമ്മദിന്റെ സന്നിധിയിലേക്ക് നടക്കുക, മദീനയിലേക്ക് നടക്കുക, മസ്ജിദുൻ നബവിയിലേക്ക് നടക്കുക.
മദീന പള്ളിയിലേക്ക് നടക്കുക. തുമാമ തന്റെ മനസ്സാക്ഷി പറഞ്ഞതുപോലെ തിരിച്ചു നടക്കുകയാണ്. മദീന പള്ളിയിലേക്ക് നടക്കുകയാണ്. അവിടെ പ്രവാചകനും അനുയായികളും കൂടിയിരിക്കുന്നുണ്ട്. തുമാമ തിരിച്ചു വന്നത് കണ്ട് പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി തുമാമ, താങ്കൾ പോയിട്ടില്ലേ? അവിടെ തുമാമ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നലെ വരെ എന്റെ മനസ്സിൽ ഏറ്റവും ശത്രുതയുള്ളത് അങ്ങയോടായിരുന്നു റസൂലേ. എന്നാൽ ഇന്ന് എന്റെ ഹൃദയം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങയാണ് റസൂലേ. യാ റസൂലല്ലാഹ്, ഇന്നലെ വരെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് ഈ മദീനയാണ് റസൂലേ. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയം സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും ഈ മദീനയാണ് റസൂലേ. യാ റസൂലല്ലാഹ്, ഇന്നലെ വരെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആൾക്കൂട്ടം താങ്കളുടെ മുന്നിലിരിക്കുന്ന ഈ അനുയായികളാണ് റസൂലേ. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ തുമാമയുടെ ഹൃദയം സ്നേഹിക്കുന്നത് താങ്കളുടെ മുന്നിലിരിക്കുന്ന ഈ അനുയായികളെയാണ് റസൂലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു ഞാനിതാ റസൂലേ അല്ലാഹു അല്ലാതെ ആരാധനയില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. തുമാമ മുസ്ലിമാവുകയാണ്. ഇസ്ലാമിന്റെ ഒരു കൊടിയ ശത്രുവിന് മുസ്ലിമാകുവാൻ വേണ്ടി വന്നത് 3 ദിവസത്തെ പ്രവാചകന്റെ സഹവാസമാണ്. ആ പ്രവാചകൻ എന്താണെന്ന് പഠിച്ചപ്പോ കൊടിയ ശത്രുവായ മനുഷ്യൻ മുസ്ലിമായി മാറുകയാണ്. ഇതാണ് പ്രവാചകന്റെ ജീവിതം സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ അനുയായികൾ റസൂലിനെ സ്നേഹിച്ചതിന് കയ്യും കണക്കുമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകന്റെ കൂടെ പലായനം ചെയ്യുമ്പോ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് ഒരുപാട് നേരം മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ നിർത്തിയിട്ട് പിന്നിലോട്ട് വരികയാണ്. പിന്നിൽ ഇങ്ങനെ കുറെ നടക്കുകയാണ്. റസൂൽ ചോദിക്കുകയാണ്, യാ അബൂബക്കർ, എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? താങ്കൾ എന്താണ് ഇങ്ങനെ മുന്നിലും പിന്നിലുമായി മാറി മാറി നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ മുന്നിൽ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് അങ്ങയെ ആരെങ്കിലും ആക്രമിച്ച് കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഞാൻ അങ്ങയുടെ പിന്നിൽ നടക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് അങ്ങയെ ആക്രമിച്ച് കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. യാ റസൂലല്ലാഹ്, എന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാലും എന്നെ കൊന്നുകളഞ്ഞാലും റസൂലേ, അങ്ങയുടെ ശരീരത്തൊരു പോറലേൽക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല റസൂലേ. അങ്ങയുടെ ശരീരത്തൊരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല റസൂലേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മദീനയിലേക്ക് ആ റസൂലും അബൂബക്കർ സിദ്ദീഖും വരുന്ന ആ ദിവസം മദീനയുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരുന്നു സഹോദരങ്ങളെ. ഊണും ഉറക്കവുമില്ലാതെ ആ മദീന നിവാസികൾ നീണ്ട പനക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവാചകന്റെ വരവിനെ ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ ഒട്ടകത്തിന്റെ നിഴലിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം പ്രവാചകന്റെ ഒട്ടകത്തെ ദൂരെ നിന്ന് കണ്ടപ്പോ പനയിൽ നിന്ന് താഴെ കൂർന്നിറങ്ങിക്കൊണ്ട് ആശ്വാസത്തിന്റെയും ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മത്തളം കൊട്ടുകയാണ്. അവര് പറയുകയാണ്, ഇതാ ഇതാ ഞങ്ങളിലേക്ക് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനീഅത്തിൽ വദാ, ഞങ്ങളിൽ ഇതാ ചന്ദ്രൻ ഉദിച്ചിരിക്കുകയാണ്, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതാ സന്തുഷ്ടമായ ജീവിതമാണ്. ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് അഭേദ്യമായ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ് ഞങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നത്. മദീന നിവാസികൾ റസൂലിന്റെ വരവിനെ കുറിച്ചുള്ള സന്തോഷമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപൂർവമായി മാത്രം കണ്ണ് നിറയാറുള്ള ധീരതയുടെ പര്യായമായ പൗരുഷത്തിന്റെ പര്യായമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കരഞ്ഞ അപൂർവം സന്ദർഭങ്ങളിൽ ഒന്നാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പനയോലപ്പായിൽ കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് പ്രവാചകന്റെ വെളുത്ത മേനിയിൽ ആ പനയോലപ്പായുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ ഉമർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, കിസ്റായും കൈസറും രമ്യഹർമ്മങ്ങളിൽ, മണിമേടകളിൽ രമ്യഹർമ്മങ്ങളിൽ മാദകത്തിടമ്പുകൾക്കൊത്ത് സുഖിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകരായ താങ്കൾ പനയോലപ്പായയിൽ കിടന്നുറങ്ങുകയാണോ റസൂലേ? റസൂലിന്റെ മറുപടി, വല്ലാഖിറതു ഖൈറു വഅബ്ഖാ, വല്ലാഖിറതു ഖൈറു വഅബ്ഖാ. ഉമറേ, ആഖിറമാണ് ഏറ്റവും കൂടുതൽ അവശേഷിക്കുന്നതും ഏറ്റവും നന്നാകുന്നതും.
എന്ന് അവിടെ വെച്ച് മറുപടി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരന്മാരെ, പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ബിലാൽ? ഒരുപക്ഷേ ഇസ്ലാം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, പ്രവാചകൻ മക്കയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു അറേബ്യൻ കുന്നുകളിൽ 6 അടി മണ്ണിന്റെ മാത്രം അവകാശം ലഭിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ യവനികയിലേക്ക് മറഞ്ഞു പോകുമായിരുന്ന കറുത്ത വംശജനായ ഒരു അടിമയായ ബിലാൽ. ആരാണെന്ന് ബിലാൽ? ലോകത്തുള്ള കോടാനുകോടി വരുന്ന പള്ളികളിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ ധ്വനികൾ ഉയരുമ്പോ അറിഞ്ഞോ അറിയാതെയോ ഓരോ മുസ്ലിമും അറിയാതെ ഓർത്തു പോകുന്ന പേരാണ് ബിലാൽ എന്ന പേര്. ബിലാൽ എന്ന നാമം, ആ ബാങ്കിന്റെ ധ്വനികൾ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ബിലാലിന്റെ നാമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം മദീനയിൽ നിന്ന് ബിലാൽ പലായനം ചെയ്യുകയാണ്, നാട് വിട്ടു പോകുകയാണ്. അനുയായികൾ ചോദിക്കുകയാണ്, ബിലാലെ എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്? എന്താണ് അങ്ങ് നാട് വിടുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, എന്റെ പ്രവാചകനില്ലാത്ത മദീനയിൽ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ പ്രവാചകൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ കാണാനുള്ള ശക്തി എനിക്കില്ല. എന്റെ പ്രവാചകൻ സഞ്ചരിച്ച ഒട്ടകങ്ങൾ എവിടെയുണ്ട്? എന്റെ പ്രവാചകൻ ഖുതുബ പറഞ്ഞ മിമ്പർ എവിടെയുണ്ട്? എന്റെ പ്രവാചകൻ നമസ്കരിച്ച മിഹ്റാബ് എവിടെയുണ്ട്? എന്റെ പ്രവാചകൻ ധരിച്ച വസ്ത്രങ്ങൾ എവിടെയുണ്ട്? എന്റെ പ്രവാചകൻ നടന്ന വഴിത്താരകൾ എവിടെയുണ്ട്? ആ പ്രവാചകനില്ലാതെ ഇതെല്ലാം കാണുമ്പോ എന്റെ ചങ്ക് തകരുകയാണ്, എന്റെ ഹൃദയം പിടയുകയാണെന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് നാട് വിട്ടുപോയ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് വർഷങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ബാങ്ക് വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ ബാങ്കിന്റെ, ബിലാലിന്റെ ബാങ്കിന്റെ നാദം കേട്ടപ്പോ സഹാബികൾ മുഴുവൻ കരയുകയാണ്, സഹാബാത്ത് മുഴുവൻ കരയുകയാണ്. കാരണം എന്താണെന്നറിയുമോ? ആ ബിലാലിന്റെ ബാങ്കിന്റെ നാദങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്നത് തലക്കണമില്ലാത്ത, അഹങ്കാരമില്ലാത്ത, തങ്ങളിൽ ഒരാളായി തങ്ങളുടെ കൂടെ നടന്നിരുന്ന, തങ്ങളുടെ കൂടെ അധ്വാനിച്ചിരുന്ന, ഖന്തക്കിന്റെ രണാങ്കണത്തിൽ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് പണിയെടുത്തിരുന്ന പുഞ്ചിരിക്കുന്ന പ്രവാചകന്റെ മുഖമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കുമ്പോ സഹാബത്തിന് ഓർമ്മ വരുന്നത്. സഹോദരങ്ങളെ, പക്ഷേ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ബാങ്കിന്റെ നാദം പൂർത്തിയാക്കാൻ ബിലാലിന് കഴിഞ്ഞില്ല. അഷ്ഹദു അന്നയിൽ ഉടക്കി നിൽക്കുകയാണ്, കണ്ണിലേക്ക് ഇരുട്ട് കയറുകയാണ്, കാലുകൾ തകർന്നു പോകുകയാണ്, തൊണ്ട ഇടറിപ്പോകുകയാണ്, നാവ് കുഴഞ്ഞു പോകുകയാണ്. മുഹമ്മദ് എന്ന നാമം ഉച്ചരിക്കുമ്പോ പ്രിയപ്പെട്ട പൂർണ്ണനിലാവിനെ പോലെ സുന്ദരമായ പ്രവാചകന്റെ മുഖമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഓർമ്മ വരുന്നത്. സഹിക്കാൻ ബിലാലിന് കഴിയുന്നില്ല, അവിടുന്ന് തലകറങ്ങി വീഴുകയാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇത്രത്തോളം റസൂലിനെ സ്നേഹിച്ചിരുന്നു സഹാബികൾ. എന്താ കാരണം? ആ പ്രവാചകന്റെ വ്യക്തിത്വം അങ്ങനെയായിരുന്നു. മറ്റേത് നേതാവിനെ കാണാൻ കഴിയും ഇത്രത്തോളം അനുയായികൾ ആത്മാർത്ഥമായി, അനുയായികളാൽ ആത്മാർത്ഥമായി സ്നേഹിക്കപ്പെട്ട ഏത് നേതാവിനെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയും? സഹോദരങ്ങളെ, ആ നേതാവിനെ, ആ പ്രവാചകനെയാണ് പ്രവാചകത്വം അവകാശപ്പെട്ടത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ഒരു അടിസ്ഥാനവുമില്ലാത്ത വിമർശനങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ല. പ്രവാചകൻ അങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾ വേണമെങ്കിൽ പ്രവാചകൻ പ്രവാചകത്വം ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു, പ്രബോധന ദൗത്യത്തിൽ നിന്ന് പിന്മാറിയാൽ മതിയായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൽ ഇങ്ങനെ ഇരിക്കാണ്, കഅബാലയത്തിന്റെ പരിസരത്ത്. ഇപ്പൊ ഖുറൈശി കൂട്ടങ്ങൾ കുറച്ച് അപ്പുറത്തുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു, എന്താ ചെയ്യാ, മുഹമ്മദിനെ കൊണ്ടുള്ള ഇടങ്ങേറ് ചെറുതൊന്നുമില്ല, ഓന്റെ വലയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വീണോണ്ടിരിക്കാണ്, യുവാക്കൾ ഓന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ, എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചപ്പോ കൂട്ടത്തിലുള്ള ഇബ്നു റബീഅ എന്ന് പറയുന്ന ബുദ്ധിമാനായ, സംസാരിക്കാൻ കഴിവുള്ള ഒരാളോട് ഈ ഖുറൈശി കൂട്ടങ്ങൾ പറയാണ്, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും, നിങ്ങളൊന്ന് പോയിട്ട് മുഹമ്മദിനോട് സംസാരിക്കും. എന്താ സംസാരിക്കേണ്ടത്? ഓൻ ഒരു വർഷം നമ്മുടെ മുഹമ്മദ് പറയുന്നത് പോലെ അള്ളാനെ മാത്രം ആരാധിക്കാം, വേറെ ആരെ ആരാധിക്കണ്ട. നമ്മൾ പറയുന്നത്, മുഹമ്മദ് പറയുന്നത് പോലെ അള്ളാനെ മാത്രം നമുക്ക് ആരാധിക്കാം. എന്നാൽ ഒരു വർഷം അള്ളാനെയും ലാത്തനെയും മുസ്സനെയും മനാത്തനെയും എല്ലാരെയും ആരാധിക്കാൻ മുഹമ്മദും തയ്യാറാവണം. അങ്ങനെ ഓരോ വർഷം മാറിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഈ ദൗത്യവുമായി ഈ മനുഷ്യൻ വരാൻ. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, മുഹമ്മദേ, നിന്നെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിന്നോട് ഞങ്ങൾക്ക് ഗുണകാംക്ഷ മാത്രമേ ഉള്ളൂ, യാതൊരു ദേഷ്യവും പകയും ഞങ്ങൾക്ക് നിന്നോട് ഇല്ല. ഒരപേക്ഷയുണ്ട്, നീ പറയുന്നത് പോലെ ഞങ്ങൾ അള്ളാനെ മാത്രം ആരാധിച്ചുള്ള, നിങ്ങൾക്ക് വേറെ ആരും വേണ്ട, ലാത്തയും വേണ്ട, ഉസ്സയും വേണ്ട, മനാത്തയും വേണ്ട, ഹബലയും വേണ്ട, അള്ളാനെ മാത്രം ഞങ്ങൾ ആരാധിക്കാം.
റസൂലുള്ളാഹിക്ക് ഒരുപക്ഷെ സന്തോഷമായിട്ടുണ്ടാവും കേട്ടിട്ട്. റസൂലുള്ളാഹ് ഇങ്ങനെ കേട്ടിരുന്നു. അപ്പം പറഞ്ഞു, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, അടുത്ത വർഷം നീ ഞങ്ങളുടെ കൂടെ രാത്തനെ വിളിക്കാൻ വരണം, ഉസനെ വിളിക്കാൻ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. പ്രവാചകനതിന് റസൂലുള്ളാഹിക്ക് അധികാരമാണ് കൊടുക്കുന്നത്, അധികാരമാണ് പ്രവാചകന്റെ ഇച്ഛയെങ്കിൽ റസൂലുള്ളാഹിക്ക് അത് സ്വീകരിച്ച മതിയായിരുന്നു. അള്ളയാണ് മറുപടി കൊടുത്തത്. എന്താ മറുപടി അറിയോ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും ولا أنتم عابدون ما أعبد لكم دينكم ولي دين. അല്ലയോ സത്യനിഷേധികളെ അറിയുക, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നതല്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നതല്ല, ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ എനിക്കും കഴിയില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അധികാരം ഇങ്ങനെ മുന്നിൽ കൊണ്ടുവച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞതാണ്. മറ്റൊരിക്കലും മക്കാര് വന്നിട്ട് പറഞ്ഞെന്താ അറിയോ? മുഹമ്മദേ, നിനക്ക് വേണ്ടത് പെണ്ണാണോ? മക്കയിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ നിനക്ക് കല്യാണം കഴിച്ചുതരാം. സമ്പത്താണോ നിനക്ക് വേണ്ടത്? ഈ മക്കയിലെ സമ്പത്ത് മുഴുവൻ ശേഖരിച്ചിട്ട് സ്വർണത്തിൽ ഞങ്ങൾ നിന്നെ അങ്ങോട്ട് മൂടാം. നിനക്ക് വേണ്ടത് അധികാരമാണോ? മക്കയിലെ രാജാവ് നീ ആയിക്കോ, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിന്നെ രാജാവായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ടും പോരാണ്ട് അബൂതാലിബിന്റെ അടുത്ത് പോയി. എന്നിട്ട് അബൂതാലിബിനോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദിനെ പിന്തിരിപ്പിക്കണം, അനുനയത്തിൽ അവനോട് കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ റസൂലുള്ളാഹി അബൂതാലിബിന്റെ അടുത്തെത്തിയപ്പോ അബൂതാലിബ് റസൂലുള്ളാഹിനോട് പറയാണ്, മുഹമ്മദേ, ആളുകൾ പറയുന്നത് നീ കേട്ടില്ലേ, അറബികൾ പറയുന്നത് നീ കേട്ടില്ലേ, എനിക്ക് കഴിയാത്ത കാര്യം മോൻ എന്നെ ഏൽപ്പിക്കരുത്, അതുകൊണ്ട് അവർ പറയുന്നത് ഒന്ന് കേട്ടുകൊടുക്ക് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി മറുപടി പറഞ്ഞെന്താ അറിയോ? ഒരു കൈയിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നിട്ട് ഈ ദഅവത്തിന്റെ പാതയിൽ നിന്ന്, പ്രബോധനത്തിന്റെ പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ എന്നോട് പറഞ്ഞാൽ വല്ലാഹി തമ്പുരാനെ തന്നെ സത്യം, അത് കേൾക്കാൻ ഈ മുഹമ്മദ് തയ്യാറല്ല എന്ന് പറഞ്ഞ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂതാലിബിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിറകുന്ന് വിളിച്ചു അബൂതാലിബ്. എന്നിട്ട് പറഞ്ഞു, മോനെ, എന്ത് വേണമെങ്കിലും, എന്ത് പ്രവർത്തനം വേണമെങ്കിലും നീ നടത്തിക്കൊള്ളുക, എന്റെ ഹൃദയം നിന്നോടൊപ്പമുണ്ട്, എന്റെ മനസ്സ് നിന്നോടൊപ്പമുണ്ട്, ആരും നിന്നെ ഉപദ്രവിക്കില്ല, ആരും നിന്നെ ബഹിഷ്കരിക്കില്ല, ആരും നിന്നെ കൊല്ലാൻ തയ്യാറാവുകയില്ല എന്ന് ധൈര്യം കൊടുത്ത് പറഞ്ഞയച്ച ആളാ അബൂതാലിബ്. സഹോദരങ്ങളെ നോക്ക്, പ്രവാചകന് ഭൗതികമായ നേട്ടമാണ് ആഗ്രഹം ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഓഫറുകളൊക്കെ റസൂലുള്ളാഹിക്ക് സ്വീകരിക്കാമായിരുന്നു. പ്രത്യേകിച്ച് പ്രവാചകന് സ്ത്രീയാണ് ആഗ്രഹമെങ്കിൽ മക്കയിലെ സുന്ദരികളായ സ്ത്രീകളെ പ്രവാചകന് കൊടുക്കാമെന്നാണ് മക്കക്കാര് പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, നിങ്ങളുടെ സമ്പത്തും വേണ്ട, നിങ്ങളുടെ പെണ്ണുങ്ങളെയും വേണ്ട, നിങ്ങളുടെ രാജാധികാരം ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഈ ആദർശം നിങ്ങൾ നെഞ്ചിലേറ്റാൻ തയ്യാറാണോ? ഞാൻ സന്തുഷ്ടനാണ്. റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ? ഒന്നുകിൽ ഈ ആദർശം ഇവിടെ വിജയിക്കും, അല്ലെങ്കിൽ ഈ ആദർശം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് മരിക്കും എന്നാണ് അബൂതാലിബിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്, ഭൗതികമായ നേട്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതെങ്കിൽ ഇനി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, റസൂലുള്ളാഹി ഒരു വലിയ ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ആളുകളായ റസൂലുള്ളാഹി ആഗ്രഹിച്ചിരുന്നോ? ഒരു സദസ്സിങ്ങനെ ഇരിക്കാൻ റസൂലുള്ളാഹി അങ്ങോട്ട് വന്നു, ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നാൽ റസൂൽ എന്താ പറയാ? ഇരിക്കവിടെ. ഇനി എഴുന്നേക്കാൻ റസൂൽ വിടൂല, സമ്മതിക്കൂല. പ്രവാചകന് അത് ഇഷ്ടമല്ല, റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമല്ല. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ ഉസ്താമാരുടെ അവസ്ഥ എന്താ? കൈ വെറുതെ ഒരാളിങ്ങനെ കുനിഞ്ഞാലും മുത്താനാന്ന് വിചാരിച്ചിട്ട് കൈ അങ്ങോട്ട് വെച്ചു കൊടുക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. റസൂലുള്ളാഹി എഴുന്നേൽക്കുന്ന ആളുടെ എഴുന്നേൽക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇന്നത്തെ ആൾക്കാർ മുത്താൻ കൈ അങ്ങോട്ട് വെച്ചുകൊടുക്കുക. എന്നിട്ടും പോരാണ്ട് മുത്തിയാള് അടുത്താളെ മുത്തിക്കാളി, ഉസ്താദിന്റെ കൈ മുത്തി ഉസ്താദിന്റെ നേരെയല്ല പോണം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. റസൂലുള്ളാഹി അങ്ങനെ ആയിരുന്നില്ല സഹോദരങ്ങളെ. പ്രവാചകനെ ബഹുമാനിക്കുന്നത് റസൂലിന് ഇഷ്ടമായിരുന്നില്ല. പഠിച്ചു വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. റസൂലിന്റെ കൂടെ ഒരാളിങ്ങനെ നടന്നു പോവാന്ന് വിചാരിക്കാം. റസൂലിന്റെ കൂടെ ഒരാളിങ്ങനെ നടന്നു പോവാൻ, അപ്പൊ അയാളിങ്ങനെ കുറച്ച് ബേക്കിലായി നടന്നു വിചാരിക്കാം. പ്രവാചകൻ പിറകിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് അയാളെ തന്റെ ഒപ്പം നടത്തും. എന്നിട്ട് പറയും, അനാവശ്യമായിട്ട് ബേക്കിലൊന്നും നടക്കണ്ട. റസൂലുള്ളാഹിന്റെ ക്യാരക്ടറാണത്, റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം. പിറകിൽ നടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്.
ഇത്രയും വലിയൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കൈ വലിക്കുന്നത് വരെ പ്രവാചകൻ കൈ വലിക്കുമായിരുന്നില്ല. ഒരാളോട് റസൂൽ സംസാരിക്കുമ്പോ അയാൾ സംസാരം നിർത്തുന്നത് വരെ പ്രവാചകൻ സംസാരം തുടരുമായിരുന്നില്ല. ഒരാളെ റസൂൽ ആലിംഗനം ചെയ്താൽ അയാൾ വിടുന്നത് വരെ റസൂൽ അയാളെ വിടുമായിരുന്നില്ല. ഒരാള് റസൂലിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ അവസാനിപ്പിക്കുന്നത് റസൂൽ സമാധാനത്തിൽ നിന്ന് കേൾക്കുമായിരുന്നു. എന്തൊക്കെ ക്യാരക്ടറിന്റെ ഉടമയാണ് സഹോദരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയണോ, ചില ആളുകളെ കുറിച്ച്, ചില പണ്ഡിതന്മാരെ കുറിച്ചും ഉസ്താദുമാരെ കുറിച്ചൊക്കെ ഒരുപാട് കറാമത്ത് കഥകൾ ഇങ്ങനെ കേൾക്കുന്ന കാലഘട്ടമാണ്. ഈ അടുത്ത് കേട്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു പ്രസിദ്ധനായ വിദ്യാസമ്പന്നനായ ഒരു ഉസ്താദ് പറഞ്ഞൊരു കഥയാണ്. ഒരു മുക്കുവൻ കടം കയറി മൂടിയിട്ട് കടം വീട്ടാന് പൈസ ഒന്നും ഇല്ലാതെ പിന്നെ ഈ ഉസ്താദിന്റെ അടുത്ത്, ഈ വലിയന്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു. അവസാനം വലിയ പറഞ്ഞു, നീ ഇന്ന് കടലിൽ പോയിക്കോ, അപ്പൊ നിനക്ക് കുറേ മീൻ കിട്ടും, ഇന്ന് നിനക്ക് കുറേ മീൻ കിട്ടും. പക്ഷെ അവിടെ വലിയൊരു മീൻ വരും, ആ മീനെ നീ എന്ത് ചെയ്യാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, ആ മീനിനെ നീട്ട് വിട്ട് കളയണം. അങ്ങനെ കടലിന്റെ ആഴങ്ങളിൽ ഇയാൾ ഇങ്ങനെ വഞ്ചിയുമായി സഞ്ചരിക്കുമ്പോ മീനുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് വന്നിട്ട് ഇയാളുടെ വലയിലേക്ക് ഇങ്ങനെ കയറിയെന്നാണ്. അപ്പണ്ട് ഒരു വലിയ മീൻ ഇങ്ങനെ വരുന്നു. അപ്പോ ഇയാള് വലിയ പറഞ്ഞതായിട്ട് മറന്നുപോയി. ഇയാൾ ആ മീനിനെ പിടിക്കാൻ കഴിഞ്ഞില്ല, അതിങ്ങനെ കൊതറി രക്ഷപ്പെട്ട് കളഞ്ഞു. അപ്പൊ ഇയാളെ കയ്യിലുള്ള വടി കൊണ്ട് ഒറ്റ അടി കൊടുത്തു മീനിന്. മീൻ അങ്ങോട്ട് രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് കടക്കെ തീർന്ന് ഉസ്താദിനോട് നന്ദി പറയണല്ലോ. നന്ദി പറയാൻ വേണ്ടിട്ട് ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോ ഉസ്താദ് ഇങ്ങനെ ദൂരത്ത് കണ്ടപ്പോ ചോദിച്ചു, ആ കടക്കെ തീർന്നു അല്ലേ, ഒക്കെ സലാമത്തായി? ആ കടക്കെ തീർന്നു, സലാമത്തായി. എന്തൊരടിയായിരുന്നു പഹയാ നീ അടിച്ചത്. എന്നിട്ട് കാലിങ്ങനെ വസ്ത്രം ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചു കൊടുക്കുമ്പോ കാലിന്റെ അവിടെ ഉണ്ട് വലിയൊരു അടയാളം, വടി കൊണ്ടടിച്ച അടയാളം. അപ്പൊ ആ മത്സ്യം, വലിയ മത്സ്യം ഉസ്താദായിരുന്നു എന്നാണ് ആ പറഞ്ഞു വരുന്നത്. കഥയുടെ ചുരുക്കം അതാണ്. ഇങ്ങനെ ഒരുപാട്, എന്റെ ഉസ്താദിനെ പാമ്പ് കടിച്ചിട്ട് ഉസ്താദ് മരിച്ചു പോയിട്ടില്ല, പിന്നെ എന്റെ ഉസ്താദ്, അങ്ങനെ ഒരുപാട്. അതൊന്നും നമ്മുടെ ചർച്ച ചെയ്ത വിഷയമല്ല, ചർച്ച ചെയ്യാനിട്ട് താല്പര്യമില്ല, കേൾക്കാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കഥകൾ. ഈ കഥകളൊക്കെ ആര് കേൾക്കുന്നുണ്ട്? ഈ പറയപ്പെടുന്ന ഉസ്താദ്മാര് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവരാരെങ്കിലും ഈ കഥകൾ നിഷേധിക്കുന്നത്? ഇല്ല, ആരും നിഷേധിക്കാറില്ല. മൗനമായി ഈ കഥകളൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ് പതിവ്. മൗനമായിട്ട് സമ്മതിച്ചു കൊടുക്കും. പാമ്പാ, എലിയ, ഒരു പാമ്പല്ലേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും കൂടി അതിന് പാവം ബേജാറായി പോയി. അങ്ങനെ പോയിക്കോട്ടെ. എന്തായാലും പോട്ടെ. ഇതിനിപ്പോ നാളെ കറാമത്തെ കഥയായിട്ട് പ്രചരിപ്പിക്കുമെന്ന് അറിയില്ല. പാമ്പിനെ കുറിച്ച് പറയുമ്പോ പാമ്പ്, മീനിനെ കുറിച്ച് പറയുമ്പോ പാമ്പായിട്ട് വന്ന് അല്ലാഹു പോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയൊക്കെ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ ഇവരാരും ഇതൊന്നും നിഷേധിക്കാറില്ലല്ലോ സഹോദരങ്ങളെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിഷേധിക്കുന്നത്? ഇല്ല, ആരും നിഷേധിക്കാറില്ല. അതൊക്കെ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അറിയാം നിങ്ങൾക്ക്, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരിച്ചു. പ്രവാചകന്റെ കണ്ണിന് ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ. സഹാബത്ത് ചോദിച്ചു, എന്താ റസൂലെ അങ്ങ് കരയുന്നത്? ആ കണ്ണുനീര് തടയാൻ കഴിയില്ല, അത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. അന്ന് തന്നെ സൂര്യഗ്രഹണം ഉണ്ടായി. പ്രവാചകൻ എന്താ വിചാരിച്ച? കിട്ടിയ ചാൻസാണ്. വേഗം മിമ്പറിൽ കയറിയിട്ട് പ്രവാചകൻ പറഞ്ഞു, കണ്ട എന്റെ പ്രവാചകത്വത്തിന്റെ തെളിവാണ്, എന്റെ മോൻ മരിച്ചപ്പോ സൂര്യഗ്രഹണം ഉണ്ടായി. റസൂല് പറഞ്ഞു, ഇല്ല. ജനങ്ങൾ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചപ്പോ സൂര്യന് ഗ്രഹണം സംഭവിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ പ്രവാചകനോടുള്ള കറാമത്ത് തന്നെയാണ്, പ്രവാചകനോടുള്ള ബഹുമാനം തന്നെയാണ്. അവിടെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്നുകൊണ്ട് മുമ്പറിലേക്ക് കയറുന്നു. എന്നിട്ട് ജനങ്ങളെ വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് പറയുകയാണ്, യാ അയ്യുഹന്നാസ്,
ഇന്ന ശംസ വൽ ഖമറ ആയതൈനി മിൻ ആയാതില്ലാ. അല്ലയോ ജനങ്ങളെ, നിശ്ചയം സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണമോ ആ സൂര്യചന്ദ്രാദികളുടെ ഗ്രഹണത്തിന് കാരണമാകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, അനാവശ്യമായ ബഹുമാനങ്ങൾ കാണിക്കാൻ പ്രവാചകൻ സമ്മതിച്ചില്ല. ഒരു കല്യാണ വീട്ടിൽ നിന്ന് പ്രവാചകനെ കുറിച്ച് പാട്ട് പാടുകയാണ്, മദ്ഹ് പാടുകയാണ്. ചെറിയ പെൺകുട്ടികളാണ് പാടുന്നത്. അങ്ങനെ പാടി അവരെത്തുകയാണ്. ഞങ്ങളിലുണ്ടൊരു പ്രവാചകൻ, നാളെയെ കുറിച്ചറിയുന്ന പ്രവാചകൻ, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചറിയുന്ന പ്രവാചകൻ ഞങ്ങളിലുണ്ടെന്ന് പരിപാടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുകയാണ്, നിങ്ങൾ നിർത്തുക, നിങ്ങൾ അവിടെ നിർത്തുക, അതിന്റെ പുറത്ത് പാടേണ്ടതില്ല. എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാൻ കഴിവില്ല, ഗൈബിയായ ഇൽമ് എനിക്കില്ല എന്ന് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനാവശ്യമായ ബഹുമാനങ്ങളും അനാവശ്യമായ ആദരവുകളും ഒന്നും എനിക്ക് വേണ്ടതില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ യാതൊരു നേട്ടങ്ങളോടും യാതൊരു പ്രതിപത്തിയും ഇല്ലാതെ ജീവിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? അവസാനം പ്രവാചകൻ മരിക്കുന്ന സമയത്ത്, മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാതെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ അയൽ വീടുകൾ കയറി ഇറങ്ങുകയായിരുന്നു. ഒരൽപ്പം എണ്ണ കടം ചോദിച്ചിട്ട് വിളക്ക് കത്തിക്കുവാൻ വേണ്ടി. ലോകത്തിന്റെ പ്രവാചകൻ മരിക്കുന്നതിന്റെ തലേ ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്രത്തിൽ കുറിച്ചിട്ട വാസ്തവങ്ങളാണ്. അറിയുമോ? 30 സ്വായ് ഗോതമ്പിന് വേണ്ടി തലേന്ന് രാത്രി അത്താഴം കഴിക്കാൻ, തലേന്ന് രാത്രി കഞ്ഞി കുടിക്കാൻ, മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി കഞ്ഞി കുടിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയെങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന് ചരിത്രം കുറിച്ചിട്ട വാസ്തവമാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അനന്തരമായി പ്രവാചകന് നൽകാൻ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നില്ല. പട്ടിണിയിലാണ് പ്രവാചകൻ ജീവിച്ചത്, പരിവട്ടത്തിലാണ് പ്രവാചകൻ ജീവിച്ചത്. അരവയറും കാവയറുമായാണ് റസൂലുള്ള ജീവിതം മുഴുവൻ മുന്നോട്ട് നയിച്ചത്. അടിച്ചു പൊളിച്ചിട്ടുള്ള ജീവിതം ഉണ്ടായിട്ടില്ല, ആർഭാടത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടായിട്ടില്ല. പൊതിഞ്ഞ റൊട്ടി പ്രവാചകൻ കഴിച്ചിട്ടില്ല, വില കൂടിയ ഭക്ഷണങ്ങൾ പ്രവാചകൻ കഴിച്ചിട്ടില്ല, മാർദ്ദവമേറിയ പട്ടുമെത്തയിൽ പ്രവാചകൻ കിടന്നുറങ്ങിയിട്ടില്ല. നിങ്ങൾക്കറിയുമോ, ഹിറാ ഗുഹയിൽ നിന്ന് അള്ളാഹുവിന്റെ വഹി ലഭിച്ചിട്ട് പേടിച്ചു വിറച്ചു വന്ന് മൂടി പുതച്ചു കിടക്കുന്ന റസൂലുള്ളാഹിനോട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹൽ മുദ്ദത്തിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. മൂടി പുതച്ചു കിടക്കുന്ന പ്രവാചക, എഴുന്നേൽക്കുക, അള്ളാഹുവിന് തക്ബീർ ചെയ്യുക, മുന്നറിയിപ്പ് നൽകുക ജനങ്ങൾക്ക്. ഇതൊരു പ്രഖ്യാപനമായിരുന്നു. എന്തിനുള്ള പ്രഖ്യാപനമാണെന്നറിയുമോ? നീണ്ട 23 വർഷക്കാലത്തെ കണ്ണുനീരിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിന്റെ പ്രഖ്യാപനം, നീണ്ട 23 വർഷക്കാലത്തെ പട്ടിണിയുടെ പ്രഖ്യാപനം, നീണ്ട 23 വർഷക്കാലത്തെ പ്രയാസത്തിന്റെ പ്രഖ്യാപനം, നീണ്ട 23 വർഷക്കാലത്തെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രയാസത്തിന്റെയും ക്ലേശത്തിന്റെയും പ്രഖ്യാപനമായിരുന്നു അത്. അന്ന് തൊട്ട് പ്രവാചകൻ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അന്ന് തൊട്ട് പ്രവാചകൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. അന്ന് തൊട്ട് പ്രവാചകൻ മതിവരുവോളം ഉറങ്ങിയിട്ടില്ല. ഇതാന്തമായ പരിശ്രമത്തിലായിരുന്നു. നരകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് നേരായ മാർഗം എത്തിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ പ്രവാചകൻ ഭൗതികമായ നേട്ടങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, ഭൗതികമായ സുഖങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണത്. പ്രവാചകൻ ആഗ്രഹിച്ചത് പരലോകം മാത്രമാണ് സഹോദരങ്ങളെ, പരലോകം മാത്രമാണ്. എങ്കിലും ഈ പരിവട്ടവും പട്ടിണിയും മുഴുവൻ അനുഭവിക്കുമ്പോ തന്റെ സഹജീവികളായ ആളുകളുടെ വേദന കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു. അതിന് വല്ലാത്തൊരു കഴിവായിരുന്നു പ്രവാചകൻ. അറിയാം നിങ്ങൾക്ക്, വല്ലാത്തൊരു കഴിവായിരുന്നു റസൂലുള്ളാഹിക്ക് തന്റെ സഹജീവികളായ മനുഷ്യരുടെ വേദനകൾ, ഹൃദയങ്ങൾ കണ്ണിലൂടെ മനസ്സിലാക്കാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു ദിവസം മദീന പള്ളിയുടെ പുറത്ത് നിൽക്കുകയാണ്. എന്തിനാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്നറിയുമോ? എനിക്ക് വിശക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ ഒന്ന് വീട്ടിലേക്ക് അതിഥിയായി കൂട്ടിക്കൊണ്ടുപോകുമോ എന്നറിയാൻ, ആരെങ്കിലും എനിക്ക് ഭക്ഷണം നൽകുമോ എന്ന് അറിയാനാണ് ഞാൻ അവിടെ നിൽക്കുന്നത്.
അങ്ങനെ ഞാൻ ഒരുപാട് നേരം അവിടെ ഇരുന്നു. അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്, എന്നോട് സലാം പറയുകയാണ്. ഞാൻ സലാം മടക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നോട് കുശലം ചോദിച്ചു. അദ്ദേഹം പോകുകയാണ്. അടുത്തതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്, എന്നോട് സലാം പറയുകയാണ്. ഞാൻ സലാം മടക്കി. അദ്ദേഹവും കുശലാന്വേഷണം നടത്തി. അദ്ദേഹവും തിരിച്ചു പോകുകയാണ്. അടുത്തതായി അദ്ദേഹം എന്നോട് വിശപ്പിന്റെ കാര്യം ചോദിച്ചില്ല. അടുത്തതായി പ്രിയപ്പെട്ട പ്രവാചകൻ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സലാം പറയുകയാണ്. ഞാൻ സലാം അടക്കുകയാണ്. എന്നോട് കുശലാന്വേഷണം നടത്തുകയാണ്. എന്നിട്ട് എന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, വല്ലാത്തൊരു വേദന താങ്കളുടെ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ട്, വല്ലാത്തൊരു സങ്കടം താങ്കളുടെ കണ്ണുകളിൽ നിഴലിക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ ബുദ്ധിമുട്ട്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, ഒന്നുമില്ല റസൂലേ, ഒന്നുമില്ല റസൂലേ. പ്രവാചകൻ ചോദിക്കുകയാണ് അബൂ ഹുറൈറയോട്, താങ്കൾ വല്ലതും കഴിച്ചിരുന്നോ? താങ്കൾ ഭക്ഷണം കഴിച്ചിരുന്നോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാനൊന്നും കഴിച്ചിട്ടില്ല പ്രവാചകരെ. എന്റെ വയറ് വിശന്നിരിക്കുകയാണ്, എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട അനുയായി ആ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മുഖഭാവത്തിലൂടെ മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു. അത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തൊന്നുമല്ല, മനുഷ്യത്വമാണ്. എന്നിട്ട് പ്രവാചകൻ അബൂ ഹുറൈറയുടെ കൈ പിടിച്ചു, വീട്ടിലേക്ക് നടന്നു. എന്തിനാണെന്നറിയോ? വീട്ടിൽ കോഴി പൊരിച്ചവും ആട് പൊരിച്ചതും ആടുമന്തിയും ഒട്ടകമന്തിയും ഒന്നും ഇല്ല. ഒരു ഉണക്ക റൊട്ടിയുണ്ട്. ആ ഉണക്ക റൊട്ടി രണ്ടായി പകുത്തിട്ട് ഒരു ഭാഗം തന്റെ അനുയായിക്കും ഒരു ഭാഗം തനിക്കും അവിടെ ഇരുന്ന് കടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു പ്രവാചകന്റെ ജീവിതം. തന്റെ അനുയായികളെ ശരിക്കും മനസ്സിലാക്കാൻ പ്രവാചകൻ ശ്രമിച്ചിരുന്നു. ജുലൈബീബിനെ അറിയോ നിങ്ങൾക്ക്? ജുലൈബീബ് കറുത്തവനായ കുറിയവനായിരുന്ന ഒരു അടിമയാണ്. ജുലൈബീബ് അടിമ വംശജൻ, വിരൂപിയാണ്, സൗന്ദര്യമില്ല. ജുലൈബീബിന് എപ്പോഴും ഒരു സങ്കടമുണ്ട്, പഠിച്ചോനെ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു കല്യാണ ജീവിതം, ഒരു വിവാഹ ജീവിതം എന്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാക്കാൻ കഴിയോ എന്നൊരു ചിന്ത എപ്പോഴും ജുലൈബീബിനെ ഇങ്ങനെ വിഷമിപ്പിച്ചിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുലൈബീബിനോട് ഏതൊരു വിഷമമാണോ ജുലൈബീബിന്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അതേ വിഷയം ജുലൈബീബിനോട് ചോദിക്കണ്ടായി. പ്രവാചകൻ ചോദിച്ചു, ജുലൈബീബ്, എന്താണ് ഇങ്ങനെ നടന്നാ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഒരു വിവാഹ ജീവിതം നയിക്കണ്ടേ എന്ന ചോദ്യത്തിന്റെ മുന്നിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹു അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യത്തിന്റെ മുന്നിൽ ജുലൈബീബ് മറുപടി പറഞ്ഞു, റസൂലേ, എന്നെ കാര് കെട്ടാനാണ് റസൂലേ. പ്രവാചകൻ, എനിക്ക് കാര് പെണ്ണ് തരാനാണ്, മനുഷ്യക്കോലം പോലും ഇല്ല കാണാൻ, പിന്നെ ആരെന്നെ സ്വീകരിക്കാനാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മേലിൽ ഇമാതിരി വർത്താനം പറയാൻ പാടില്ല, മേലിൽ ഇമാതിരി സംസാരം നടത്താൻ പാടില്ല. പ്രവാചകൻ ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അൻസാറുകളിൽ ഇന്നാളിന്ന ആളിന്റെ വീട്ടിൽ പോയിട്ട് നീ കല്യാണം ആലോചിച്ചോ, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. റസൂലിന്റെ കൽപ്പന പ്രകാരം ജുലൈബീബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പെണ്ണ് ചോദിച്ചു. ഉമ്മറത്തിരിക്കുന്ന വാപ്പ പറഞ്ഞു, നിനക്ക് പെണ്ണരാൻ പറ്റൂല, നീ മനുഷ്യക്കോലം വേണ്ട, നിനക്ക് എന്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ? എത്ര സുന്ദരിയാണ്, ആ മോളെയാണ് ഞാൻ നിനക്ക് കെട്ടിച്ചേരേണ്ടത്, ചോദിക്കാനൊരു എളുപ്പെങ്കിലും വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അപമാനിച്ചു വിട്ടു. അദ്ദേഹം തിരിച്ചു പോകുമ്പോ വീട്ടിന്റെ അകത്ത് നിന്ന് ഒരു ശബ്ദം, അതായത് ആ പുതിയ പെണ്ണിന്റെ ശബ്ദം. റസൂൽ ഏതൊരു പെണ്ണിനെ കല്യാണം ആലോചിക്കാനാണോ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചതോ, ആ പെണ്ണിന്റെ ശബ്ദം വീട്ടിന്റെ അകത്തുനിന്ന് ഉയരുകയാണ്. ആ പെണ്ണ് പറയുകയാണ്, യാ അബാ, യാ അബാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ മൂന്നാമതായ ഒരു അഭിപ്രായം പറയാൻ, മൂന്നാമതായ ഒരു സ്വാതന്ത്ര്യം എടുക്കാൻ നമുക്ക് അർഹതയില്ല വാപ്പാ, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അർഹതയില്ല പിതാവേ എന്ന് വീടിന്റെ അകത്ത് നിന്ന് പുതിയ തിരുത്തി കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഒരു വാക്കിന്റെ മുന്നിൽ തന്റെ ജീവിതത്തിൽ ആരെ സ്വീകരിക്കാനും തയ്യാറായി ആ സ്വഹാബ വനിത. അവരുടെ കല്യാണം കഴിഞ്ഞു. അതിന്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു യുദ്ധമുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിഞ്ഞ് ഷഹീദായ ആളുകളുടെ മയ്യിത്ത് ഇങ്ങനെ പരിശോധിക്കുന്ന സമയം ആ കൂട്ടത്തിൽ ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തുണ്ട്. ഒരു കരിവണ്ടിനെ പോലെ പ്രവാചകന്റെ ചുറ്റിലും എപ്പോഴും ഉണ്ടായിരുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായി 8ഓളം വരുന്ന ആജാനുബാഹുക്കളായ ശത്രുക്കളെ വകവരുത്തിയിട്ടാണ് യുദ്ധഭൂമിയിൽ മരിച്ചു വീണത്. പ്രവാചകന്റെ വാക്കുകൾ നൽകിയ ഊർജമായിരുന്നു സഹോദരങ്ങളെ അത്.
അവരുടെയൊക്കെ ജീവിതത്തിൽ അത് തന്നെയായിരുന്നു. ഖലീഫ ഉമർ, ഇങ്ങ് ഗാന്ധിജി പോലും സ്തുതി പാടിയ മഹാനായ ഖലീഫ ഉമർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിത്വത്തിന്റെ മകുടോദാഹരണമാണ്. ഇങ്ങനെ ആരെയൊക്കെ എന്തൊക്കെ റസൂലുള്ളാഹി ഈ ലോകത്ത് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനും ആ പ്രവാചകന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതമായി മാറ്റുവാനും ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ മാതൃകയെ അതുപോലെ പിന്തുടരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അന്ധമായി റസൂലിനെ വിമർശിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, പ്രവാചകന്റെ ശത്രുക്കളിൽ നിന്നല്ല പ്രവാചകനെ മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്റെ കൂടെ ജീവിച്ച്, പ്രവാചകന്റെ കൂടെ സഞ്ചരിച്ച്, പ്രവാചകന്റെ കൂടെ അന്തി ഉറങ്ങി, പ്രവാചകന്റെ കൂടെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് ജീവിച്ച ആളുകൾ ആ പ്രവാചകന്റെ ചരിത്രം സത്യസന്ധമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ താളുകളിലൂടെ റസൂലിനെ നിങ്ങളൊന്ന് വായിക്ക്. തീർച്ചയായും നിങ്ങളുടെ മനസ്സ് മാറും, നിങ്ങളുടെ ഹൃദയം മാറും. ഏറ്റവും കുറഞ്ഞത് ആ പ്രവാചകനെ വിമർശിക്കുമ്പോ സത്യസന്ധമായ രീതിയിൽ വിമർശിക്കാനെങ്കിലും നിങ്ങൾക്കൊരു മനസ്സുണ്ടാകുമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. എന്താണ് യഥാർത്ഥ പ്രവാചക ജീവിതമെന്ന് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക. എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല, എത്ര മദ്ഹ് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും എഴുതിയിട്ടും കാര്യമില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും എന്താണ് പ്രവാചകന്റെ ജീവിതമെന്ന് ജീവിതം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ, നമ്മളാണ് ഏറ്റവും വലിയ ദാഇ, ഏറ്റവും വലിയ പ്രബോധകൻ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ആ പ്രവാചകന്റെ മാതൃക ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹു നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഞങ്ങൾക്ക് നീ എന്നും നൽകണേ അല്ലാഹ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ജീവിതത്തിന്റെ അവസാനം വരെ പിന്തുടരുവാനും ആ പ്രവാചകന്റെ ഉത്തമ അനുയായികളായി ലോകം വിട പറഞ്ഞു പോകുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനം മരിച്ച് നിന്നിലേക്ക് വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. سبحان الله.